ഓക്കെ. ആ, നിർമ്മല മാം. നിർമ്മല ചേച്ചി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന ലാനയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും This meeting സ്വാഗതം. is ആ, ഇതുവരെയുള്ള നമ്മുടെ ലാനയുടെ എല്ലാ ഈ പ്രതിമാസം നടക്കുന്ന പ്രോഗ്രാമുകളും നമ്മൾ വളരെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകം നമ്മൾ ചർച്ച ചെയ്യുന്നു. ലീക്ക് 86 എന്ന വിനോദ് കൃഷ്ണയുടെ പുസ്തകം. ആ, എഴുത്തിൻ്റെ വഴികളിൽ നോവൽ എഴുത്തിൽ ഒരു പുതിയ പാതയിലൂടെ സഞ്ചരിക്കുന്ന വിനോദ് കൃഷ്ണയുടെ ഈ ലീക്ക് 86 എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാനും അദ്ദേഹത്തെ കാണാനും ലാനയുടെ ആൾക്കാർ നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിനോദ് കൃഷ്ണയെ ഏറെ ആദരവോടെ സന്തോഷത്തോടെ ലാനയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് വായിച്ച് പഠിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്ന സാഹിത്യ ആസ്വാദകനും നിരൂപകനുമായ ആ, അഭിലാഷ് ചിറ്റത്തുകാട്ടില്. അദ്ദേഹം ലാനയുടെ സുഹൃത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഡാളസിൽ വന്നപ്പോൾ പരിചയപ്പെട്ടു. അഭിലാഷിനെ ഏറെ സന്തോഷത്തോടെ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ലാനയുടെ എല്ലാ പ്രോഗ്രാമുകളും വളരെ പങ്ക്ച്വലായിട്ട് വളരെ കൃത്യനിഷ്ഠയോടെ കോർഡിനേറ്റ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും നടത്തുന്ന ലാനയുടെ പ്രസിഡന്റ് സാമുൽ യോഹന്നാന്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ലാനയുടെ മറ്റ് ഭാരവാഹികൾ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജു ജോണ് എന്നിവരെയും ഏറെ ആദരവോടെ ഈ അവസരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ലാനയുടെ മെമ്പേഴ്സ്, ലാനയുടെ ഓരോ പ്രോഗ്രാമിനും എന്നും എപ്പോഴും ലാനയുടെ ലാനയോടൊപ്പമുള്ള ലാനയുടെ ഓരോ പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന ലാനയുടെ എല്ലാ മെമ്പേഴ്സിനെയും, അതുപോലെ തന്നെ ലാനയുടെ സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എന്നിങ്ങനെ ആയിട്ടുള്ള ലാനയുടെ എല്ലാ ആൾക്കാരെയും, ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ലാനയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു നിർമ്മല മാം. നമ്മുടെ അടുത്ത ചടങ്ങ് നമ്മുടെ പ്രസിഡന്റ്, ലാനയുടെ പ്രസിഡന്റ് ശ്രീ സാമുവൽ യോഹന്നാൻ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് കടന്നു വരികയാണ്. മ്യൂട്ടാണ് സാമുവൽ സാർ, മ്യൂട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ലാന അംഗങ്ങളെ, പ്രിയ വിനോദ് കൃഷ്ണ, അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സാഹിത്യ പ്രേമികളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും കാണുന്നതിനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഈ മാസത്തെ പ്രോഗ്രാം എന്ത് വേണം എന്ന് ആഗ്രഹിച്ച് പ്രോഗ്രാം കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ട്. ആ പുതിയ നോവൽ, അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം, മനസ്സിലാക്കണം, അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റ് വെച്ചപ്പോൾ തന്നെ എല്ലാവരും ഒരുമയോട് ഐക്യകണ്ഠേന പറഞ്ഞു, നമുക്ക് ആ നോവൽ ചർച്ചയ്ക്കെടുക്കാം. എനിക്കറിയാം, ഈ നോവൽ ഇറങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ജനുവരി അവസാനം ഇറങ്ങിയ നോവലാണ്. എല്ലാവരുടെയും കൈകളിലെത്തി, അമേരിക്കയിലുള്ള എല്ലാവരുടെയും കൈകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതും എനിക്കറിയാം. എന്നാൽ ആ നോവലിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ പ്രമേയവും വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായ രീതിയിൽ ഒരു നോവൽ അവതരിപ്പിക്കുമ്പോൾ അത് വായിച്ചില്ലെങ്കിൽ പോലും അതേക്കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. വിനോദ് കൃഷ്ണ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. വിനോദ് കൃഷ്ണയുടെ ആദ്യത്തെ നോവലായ നയനമം ബരേറ്റയും രണ്ടാമത്തെ നോവലായ ലീക്ക് 86. നയനമം ബരേറ്റ വായിച്ച ഏതൊരാളും ആ നോവലിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ആ നോവൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നുള്ളതിനെക്കുറിച്ച് ഒരു വായനക്കാരൻ ഒരിക്കലും അത് മറക്കാനായിട്ട് സാധ്യമല്ല. വിനോദിൻ്റെ മറ്റ് കഥകളും അതുപോലെ തന്നെ വിനോദിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ആയിപ്പോയല്ലോ എന്ന് പലപ്പോഴും ഒരു പ്രിയ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, വിനോദ് കൃഷ്ണ മറ്റേതെങ്കിലും ലാംഗ്വേജിലായിരുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും പ്രദേശത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകപ്രസിദ്ധനായ ഒരു 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 ഒരു
മനുഷ്യനായി തീർന്നേനെ എന്നായിരുന്നു അദ്ദേഹം അവരെന്നോട് പറഞ്ഞത്. കാരണം കേരളത്തിൽ ആദ്യമായി തന്നെ പോയട്രി ഇൻസ്റ്റലേഷൻ നടത്തിയത് വിനോദ് കൃഷ്ണയായിരുന്നു. ആ, ദൃശ്യ കവിത എന്നൊരാശയം തന്നെ മലയാളത്തിൽ അത് കൊച്ചി ബിനാലയിൽ അവതരിപ്പിക്കുന്നതിനും വളരെ മുക്താണ്ഡമായ പ്രശംസ പിടിച്ചുപറ്റുന്നതിനും വിനോദിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുകഥകളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളാണ്. ഓരോ ചെറുകഥ വായിക്കുമ്പോഴും ആ ചെറുകഥ എഴുതിയ വിനോദ് കൃഷ്ണയാണോ ഈ കഥ എഴുതിയതെന്ന് നമുക്ക് ആ, സംശയം തോന്നത്തക്ക രീതിയിൽ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഥ എഴുതുന്ന ഒരാളാണ് വിനോദ് കൃഷ്ണ. വിനോദ് കൃഷ്ണയുടെ ഏറ്റവും പുതിയ കഥ ദേശാഭിമാനി വന്ന കീരി എന്ന കഥയിൽ ജോനിച്ചേച്ചി ജോനിച്ചേച്ചിയെക്കുറിച്ച് പറയുന്നത് ഇരുട്ടടഞ്ഞ മതിലുകൾക്കുള്ളിൽ നിന്ന് ജനൽ പണിയുന്ന തലമുറയിൽപ്പെട്ടവളാണ് ജോനിച്ചേച്ചി. ജോനിച്ചേച്ചിയെ ഞെക്കിക്കൊല്ലാനായിട്ട് ചുറ്റുമുള്ള ഉം, ചെറിയ വീട്ടിൽ താമസിക്കുന്ന ജോനിച്ചേച്ചിയുടെ വീടും പരിസരവും കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുന്ന കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു ജോനിച്ചേച്ചിയെ അവതരിപ്പിക്കുമ്പോൾ വിനോദിൻ്റെ നോവലുകളിലും കഥകളിലും ഒക്കെ നാം കാണുന്ന ആ രാഷ്ട്രീയം പ്രകടമാക്കുകയാണ്. അപ്പം ദൃശ്യ കവിത ഉണ്ടാക്കുമ്പോഴും ദൃശ്യകവിത അവതരിപ്പിക്കുമ്പോഴും നോവൽ എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴും വിനോദ് കൃഷ്ണ തൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായി ആ സൃഷ്ടികളിലൂടെ പ്രകടിപ്പിക്കാറുണ്ട്. നാനമ്മൻ ബരേറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ആ തോക്കിനെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ വിനോദ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മളിൽ നിന്നും മറയ്ക്കാനായിട്ട് അധികാരം ശ്രമിക്കുമ്പോൾ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്തവ്യം നിറവേറ്റുന്നവരാണ് ഈ എഴുത്തുകാരും ചരിത്രകാരന്മാരും. അതിൽ ചരിത്രകാരന്മാരെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താനായിട്ട് എഴുത്തുകാർക്ക് കഴിയും. നമ്മളിൽ നിന്ന് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ എടുത്തു മാറ്റി ഓർമ്മയെ മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം എഴുത്തുകാർ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നാനമ്മൻ ബരേറ്റ്. അതുപോലെ നമ്മുടെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയാനായിട്ട് ശ്രമിച്ച ഒരു 80കളുടെ രാഷ്ട്രീയം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവവും അതിനെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു പുതിയ നോവല് വിനോദ് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആ നോവലും ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും പഠിച്ചിരിക്കേണ്ടതാണ്. ചരിത്രത്തെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് സമകാലീന ജീവിതത്തെ ജീവിതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയും നാം ആരായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു പ്രമേയം എടുത്തുകൊണ്ടുള്ള ഒരു നോവലാണ് ലീക്ക് 86. ഈ ലീക്ക് 86നെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനും വിനോദ് കൃഷ്ണയെ കൂടുതൽ പരിചയപ്പെടുത്തുന്നതിനും നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വായനക്കാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അഭിലാഷ് ചിറ്റത്തുകാട്ടിൽ. അഭിലാഷ് ചിറ്റത്തുകാട്ടിലിനെ കഴിഞ്ഞ ലാനാ സമ്മേളനത്തിൽ വെച്ച് പരിചയപ്പെടുകയും ഒരു നല്ല വായനക്കാരനെ, ഒരു നല്ല ആസ്വാദകനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ആ ആസ്വാദകനെ നമുക്ക് കിട്ടിയ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ലീക്ക് 86 എന്ന നോവലിൻ്റെ ചർച്ചയിലൂടെ വിനോദിൻ്റെ മറ്റ് കൃതികളെക്കുറിച്ചും വിനോദിൻ്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയെക്കുറിച്ചും സമൂഹത്തോടുള്ള കടപ്പാടിനെക്കുറിച്ചും തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ നോവലുകളെല്ലാം നമ്മൾ തേടിപ്പിടിച്ച് വായിക്കുമെന്നുള്ളതിലൊരു സംശയമില്ല. കൂടാതെ മറ്റ് കഥകളും അതുപോലെ തന്നെ വിനോദിൻ്റെ കഥകളുമൊക്കെ മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കഥകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വിവിധ മേഖലകളിൽ സിനിമാ സംവിധായകൻ, പോയട്രി ഇൻസ്റ്റലേഷൻ, അതുപോലെ തന്നെ നോവലിസ്റ്റ്, കഥാകൃത്ത്, അങ്ങനെ വിവിധ മേഖലകളിൽ സാംസ്കാരിക രംഗത്ത് ഇന്ന് മലയാളത്തിൽ ഏറെ അറിയപ്പെടുന്ന വിനോദ് കൃഷ്ണയെ കിട്ടിയ അതിയായ സന്തോഷമുണ്ട്. ലാനയുടെ സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം നമുക്ക് വിനോദ് കൃഷ്ണയെ കൂടുതൽ കേൾക്കാം. വിനോദ് കൃഷ്ണയുടെ നോവലിനെക്കുറിച്ചും വിനോദ് കൃഷ്ണയെക്കുറിച്ചും അഭിലാഷ് ചിറ്റത്തുകാട്ടിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ തരികയും ഞാൻ അതിനായിട്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് അഭിലാഷ് ചിറ്റത്തുകാട്ടിലിനെ വളരെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സാമുലേട്ടാ. അപ്പോൾ ഇത് എനിക്ക് ആദ്യം തന്നെ എനിക്ക് ഈ അവസരം തന്ന ലാന ഭാരവാഹികളോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ ലാന മെമ്പേഴ്സിനും ആദ്യം തന്നെ നന്ദി പറയുന്നു. അതിനുശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിനോദ് കൃഷ്ണ, തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ ഒപ്പം ഈ സമയം ചെലവഴിക്കാൻ വന്ന വിനോദ് കൃഷ്ണയ്ക്ക് നന്ദി പറയുന്നു.
വിനോദ് കൃഷ്ണ എന്ന് പറയുന്ന നോവൽ എന്ന് പറയുന്ന ഒരു ഓഥറിനെ ഞാൻ ആദ്യമായി അറിയുന്നത് എനിക്ക് ഈ ലീക്ക് 86 പുസ്തകം സാമുല് ചേട്ടൻ തരുമ്പോഴാണ്. എനിക്ക് അതിനു മുമ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിനോദ് കൃഷ്ണയെ പറ്റി പറയാൻ വെച്ചാൽ ബീഹാറിൽ ജനിച്ച് ആ, കോഴിക്കോടും ബീഹാറിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ കൊച്ചി വടുതലയാണ് വിനോദ് കൃഷ്ണ താമസം. ആ, ആ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് വിനോദ് കൃഷ്ണ ഇന്റർനാഷണലി അറിയപ്പെടേണ്ട ഒരാളാണ്. സാമുവൽ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്റർനാഷണലി അറിയപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള ഇത് എനിക്ക് ഈ 2 നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴും, അതായത് നയനമമ്പരേട്ട, ആദ്യ നോവലായ നയനമമ്പരേട്ടയും രണ്ടാമത്തെ നോവലായ ലീക്ക് 86ഉം വായിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയതാണ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ റൈറ്റിംഗ് ആണ്. മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടേണ്ട ഒരു ഒരു നോവൽ കൂടിയാണ് ഇതൊക്കെ. പിന്നെ വിനോദ് കൃഷ്ണനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയാൻ പോയട്രി ഇൻസ്റ്റാലേഷൻ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് വിനോദ് കൃഷ്ണ. അത് ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ ഒരു കലാരൂപമാണ് പോയട്രി ഇൻസ്റ്റാലേഷൻ. അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അത് എങ്ങനെയാ വെച്ചാൽ സ്കൾപ്ചറുകളും കവിതയും സൗണ്ട് ആൻഡ് മ്യൂസിക്കും ഇത് മൂന്നും കൂടി ഇടകലർത്തി ഒരു ഇൻഡോറിൽ ചെയ്യുന്ന ഒരു കലാരൂപമാണ് പോയട്രിക് ഇൻസ്റ്റാലേഷൻ. അത് 2015 ദർബാർ ഹാളിൽ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അത് അവതരിപ്പിച്ച് പേരുകേട്ട ഒരു കലാരൂപമാണ്. അതുമാത്രമല്ല, പിന്നീട് 2 ഹ്രസ്വചിത്രങ്ങൾ തിരക്കഥയും സംവിധാനവും ചെയ്ത ആളാണ്. മയ്യൻകാലം എന്ന് പറയുന്ന ഒരു ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഒരു ഹ്രസ്വചിത്രം, അതിനുശേഷം ഈലം എന്ന് പറയുന്ന തിരക്കഥയും സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ ഈലം എന്ന ഷോർട്ട് ഫിലിം. അത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമാണ് ഈലം. ഇതൊക്കെയാണ് എനിക്ക് വിനോദ് കൃഷ്ണയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതുമാത്രമല്ല, കഥാസമാഹാരങ്ങളായ കണ്ണുസൂത്രം, ഇതിനിടയിൽ 3 കഥാസമാഹാരങ്ങൾ എഴുതുകയുണ്ടായി വിനോദ് കൃഷ്ണ. കണ്ണുസൂത്രം, ഉറുമ്പുദേശം, ബേപ്പൂർ കേസ് എന്നീ, പിന്നെ ഒരു 13 നോവലുകൾ, 13 ചെറിയ കഥകളുടെ ഒരു സമാഹാരം. അങ്ങനെ മൾട്ടി ടാലന്റഡ് ആയ ഒരു വ്യക്തിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ബുക്ക് വിനോദ് കൃഷ്ണയുടെ ഏറ്റവും പുതിയ നോവലായ ലീക്ക് 86. ഞാൻ ഈ ബുക്ക് ഇവിടെ ജസ്റ്റ് പരിചയപ്പെടുത്താം. ലീക്ക് 86 എന്ന് പറയുന്ന പുസ്തകമാണ്. ഒരു അതിമനോഹരമായ രചനയാണ് ലീക്ക് 86. ഇതിലെ ടോപ്പിക്, ഇതിലെ തീം എന്ന് പറയുന്നത്, അതായത് ആധുനിക വ്യവസായ ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, അതായത് 1986 ഭോപ്പാൽ ട്രാജഡി ആയിക്കോട്ടെ, ചെർണോബിൽ ആണവ നിലയത്തിലെ സോവിയറ്റ് റഷ്യയിലെ ചെർണോബിൽ ആണവ നിലയത്തിലെ വാതക ദുരന്തമായിക്കോട്ടെ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കോൺസ്പിരസി തിയറി ബേസ്ഡ് നോവലാണ് ലീക്ക് 86. ഇത് സംഭവിക്കുന്നത് കാലിക്കറ്റ് കാർബൺ കോർപ്പറേഷനിൽ ഉണ്ടാകുന്ന ഒരു വാതക ദുരന്തം, ഒരു ദാരുണമായ ഒരു വാതക ദുരന്തത്തിന്റെ കഥയും അതിന്റെ അതിജീവനവും അതുമായി സംബന്ധിച്ച് 80കളിൽ നടക്കുന്ന കേരള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഈ ബുക്കിലൂടെ വിനോദ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ അധികാരഭ്രാന്തും ആ അധികാരഭ്രാന്തിനെതിരെ പൊരുതുന്ന അധികാരഭ്രാന്തിനോട് മനുഷ്യന്റെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന സാധാരണ നിസ്സഹായരായ ജനങ്ങളുടെ കഥയും ഇതിലൂടെ വിനോദ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ആദ്യം മുതലേ തന്നെ ഇത് 3 ആഖ്യാനങ്ങളായിട്ടാണ് ഈ നോവൽ പോകുന്നത്. ഒന്നാമത്തെ സെക്ഷനായ മരണത്തിന്റെ ആഖ്യാനം, പിന്നീട് അത് കഴിഞ്ഞ് വരുന്ന ജീവിതത്തിന്റെ ആഖ്യാനം, പിന്നീട് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ആഖ്യാനം. ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് വിനോദ് ഇതിൽ കഥ പറയുന്നത്. ഇതിൽ തേർഡ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല.
ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ് എല്ലാം. അതായത് കഥാപാത്രങ്ങളുടെ മെമ്മോയർ ആയിട്ടാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ കഥാപാത്രങ്ങൾ അവരവരുടെ അനുഭവങ്ങൾ അവനവൻ തന്നെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഈ നോവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ആദ്യം പരിചയപ്പെടുന്ന മരണത്തിന്റെ ആഖ്യാനം എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഒരു 8 10 ആൾക്കാർ ഈ കാലിക്കറ്റ് കാർബൺ കോർപ്പറേഷൻ വാതക ദുരന്തത്തിന്റെ ഭാഗമായി 8 10 ആൾക്കാർ സമൂഹത്തിന്റെ വിവിധ തുറയിൽ, അതായത് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൊല്ലപ്പെടുകയാണ്. ഈ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത് കൊലപാതകി ആരാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. അത് വിനോദ് പറയുന്നില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച അവസാനം നമുക്ക് തന്നെ മനസ്സിലാവും. വാതകം, അതായത് ഈ ആണവ നിലയങ്ങളിൽ കാലിക്കറ്റ് കാർബൺ കോർപ്പറേഷനിൽ നിന്ന് പുറത്തു വരുന്ന വാതകമാണ് കൊലപാതകി. വാതകത്തെ ഇവിടെ മെറ്റാഫറായിട്ടാണ് വിനോദ് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യം വരുന്നു ആദ്യത്തെ ക്യാരക്ടറായിരുന്ന ആദ്യം മരിക്കുന്നത് സ്വാമിക്കുട്ടി എന്ന കഥാപാത്രം. സ്വാമിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ അച്ഛനാണ് ആദ്യം മരിക്കുന്നത്. അച്ഛനായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന സ്വാമിക്കുട്ടി അച്ഛന്റെ മരണത്തിന് ശേഷം ആകെ തളർന്നു പോവുകയാണ്. അതിനുശേഷം സ്വാമിക്കുട്ടിയുടെയും സ്വാമിക്കുട്ടിയുടെ പ്രണയിനിയായ പുഷ്പയുടെയും കഥ പറയുന്നു. അതിനുശേഷം രണ്ടാമത്തെ കഥാപാത്രം മധുരയിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട്ടെത്തി കോഴിക്കോട് കോർപ്പറേഷനിൽ പട്ടിയെ കൊല്ലുന്ന ജോലി ചെയ്യുന്ന ഒരു മുത്തുച്ചാമി, ശിവരശൻ എന്ന് ആക്ച്വൽ പേരുള്ള ഒരു മുത്തുച്ചാമിയുടെ കഥ. മുത്തുച്ചാമിയുടെയും പ്രണയിനി സരളയുടെയും കഥ പറയുന്നു. അത് ഈ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ എല്ലാ ചാപ്റ്ററിന്റെ അവസാനവും കൊല്ലപ്പെടുകയാണ്. ഈ കൊലപാതകത്തിന് കാരണം ആക്ച്വലി വാതകം എന്ന മെറ്റാഫറാണ്. അത് വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ചാപ്റ്ററുകളിലും ഒരു ഫിലോസഫിക്കൽ തോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം വിനോദ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരുടെ മരണത്തിന് പിന്നിലും എല്ലാവരുടെ ചിന്തയ്ക്ക് പിന്നിലും ഒരു ഫിലോസഫിക്കൽ, എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട് വായിച്ചു കഴിയുമ്പോൾ. അതാണ് എനിക്ക് ഏറ്റവും അധികം ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് കണ്ണായിൽ ഹരിദാസൻ എന്ന് പറയുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ കഥ. അയാളുടെ മരണം സംഭവിക്കുന്നു. അപ്പോൾ ഈ വാതകം, എനിക്ക് പറയാനുള്ള അപ്പോൾ ഈ വാതകം എല്ലാവരെയും കൊല്ലുമ്പോൾ അവരുടേതായ കഥ പറയുമ്പോൾ വാതകം പറയുന്ന ഒരു കഥയുണ്ട്. എണ്ണായിൽ ഹരിദാസനെ കൊല്ലുമ്പോൾ സാധാരണ എല്ലാവരെയും കൊല്ലുമ്പോൾ ഒരു ചീറ്റലോ ഒരു ഞരക്കമോ എല്ലാം കേൾക്കാമായിരുന്നു. പക്ഷെ എണ്ണായിൽ ഹരിദാസനെ കൊല്ലുമ്പോൾ എണ്ണായിൽ ഹരിദാസൻ മുദ്രാവാക്യമാണ് വിളിച്ചിരുന്നത് എന്ന് പറയുകയാണ്. അത് വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് വിനോദ്. അത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, വിനോദിന്റെ രാഷ്ട്രീയമാണോ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വർഗശത്രുവിനെതിരെ പോരാടുന്ന ഒരു നയങ്ങൾ എല്ലാം വിനോദ് അവതരിപ്പിച്ചിരിക്കുന്ന വളരെ മനോഹരമായാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ കഥാപാത്രം വരുന്നു മണ്ടാട്ടിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതിനുശേഷം വരുന്നത് എനിക്ക് ഒരു തകിടിഞ്ചിത്തള്ള എന്ന് പറയുന്ന ഒരു ഭ്രാന്തിത്തള്ള വധിക്കപ്പെടുകയാണ്. തകിടിഞ്ചിത്തള്ളയുടെ സമൂഹത്തിനാണോ ഭ്രാന്ത്, തകിടിഞ്ചിത്തള്ളയ്ക്കാണോ ഭ്രാന്ത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇതിനിടയിൽ വരുന്നുണ്ട്. തകിടിഞ്ചിത്തള്ള ചോറും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി സ്വാമിക്കുട്ടിയുടെയും പുഷ്പയുടെയും വീടിന്റെ പുറകിൽ കാത്തു നിൽക്കും. എന്നിട്ട് കഴിക്കുന്നതോ എത്ര കൊടുത്താലും കുറച്ചേ കഴിക്കൂ. അപ്പോൾ വിനോദ് പറയുന്ന ഒരു വാചകമുണ്ട് അതിൽ, തകിടിഞ്ചിത്തള്ള കുറച്ച് കഴിക്കാൻ കാരണം തന്നെ ലോകത്തിന്റെ ആർത്തി കണ്ട് ഭയന്നിട്ടാവണം എന്നാണ് വിനോദ് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കൊലപാതക മരണത്തിന്റെ ആഖ്യാനങ്ങളിലും വിനോദ് ഒരുപാട് നല്ല ദർശനങ്ങളും അതിനനുസരിച്ചിട്ടുള്ള മനുഷ്യന്റെ ജീവിതവും എല്ലാം നല്ല ഭംഗിയായി വരച്ചു കാട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഈ മരണത്തിന്റെ ആഖ്യാനം കഴിഞ്ഞ് രണ്ടാമത് ജീവിതത്തിന്റെ ഈ എല്ലാവരുടെയും ജീവിതത്തിന്റെ കഥ പറയുകയാണ് വിനോദ്. അത് കഴിഞ്ഞ് അവസാനത്തെ
അവസാനത്തെ ചാപ്റ്ററിൽ മരണവും ജീവിതവും, ഈ മരണവും ജീവിതവും, ജീവിതത്തിൽ ഈ വാതക ദുരന്തം കഴിഞ്ഞ് അതിജീവിച്ചവരുടെ കഥയും ഈ മരിച്ചവർക്ക് വേണ്ടി പോരാടുന്നവരുടെ കഥയും പറയുന്ന മരണത്തിന്റെയും ജീവിതത്തിന്റെയും ആഖ്യാനം എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സമൂഹത്തിനെതിരെ ഈ കാലിക്കറ്റ് കാർബൺ കോർപ്പറേഷൻ ദുരന്തത്തിനെതിരെ പോരാടി അതിനെതിരെ അധികാരികളുമായി പോരാടി ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ എല്ലാം കഴിഞ്ഞ് നിസ്സഹായരായി മടങ്ങുന്ന മനുഷ്യരുടെ അവസ്ഥ വളരെ മനോഹരമായിട്ടാണ് വിനോദ് വരച്ചു കാട്ടുന്നത്. ഇത്രയൊക്കെയാണ് ഈ ബുക്കിന്റെ ഓവറോൾ തീം എന്ന് പറയാനുള്ളത്. ഇനി ഈ ബുക്കിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനും ഈ ബുക്ക് എഴുതാനുണ്ടായ, ഈ നോവൽ എഴുതാനുണ്ടായ പ്രേരണകളെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനും ഈ ബുക്ക് ലീക്ക് 86 എന്ന് 80കളുടെ ചരിത്രവും സാമൂഹ്യ രാഷ്ട്രീയവും പറയാൻ വിനോദിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ വിനോദിനെ ക്ഷണിക്കുന്നു. വിനോദ്, താങ്ക് യു. താങ്ക് യു അഭിലാഷ്. ഈ നോവലിൻ്റെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നോവല് ഈ 80കളിലെ രാഷ്ട്രീയവും അന്ന് ലോകത്ത് നടന്ന സംഭവങ്ങളുടെ പ്രതിഫലനം കേരളത്തിൽ, മലയാളത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും ഈ നോവലിലൂടെ വിനോദ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നോവൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കുന്നതിനായിട്ട് പ്രിയ നോവലിസ്റ്റ് വിനോദ് കൃഷ്ണയെ ക്ഷണിച്ചുകൊള്ളുന്നു. വിനോദ്. എല്ലാവർക്കും നമസ്കാരം. അഭിലാഷ് ഓവറോൾ ആ പുസ്തകത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എഴുതിയ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം എന്നെ കൊണ്ട് സാധ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എഴുതുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ വേറൊരാളായിട്ടിരുന്ന് ചിന്തിച്ച് എഴുതുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നീട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വായനക്കാരോട് ചെയ്യുന്ന ഒരു ചതി ആയിരിക്കും. കാരണം ഒരു പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം പിന്നെ എഴുത്തുകാരൻ്റെതല്ല, ആ ഭാവന എഴുത്തുകാരൻ്റെതല്ല. അത് പൂരിപ്പിക്കുന്നത് വായിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം വെച്ചിട്ടോ അവരുടെ അനുഭവം വെച്ചിട്ടോ അവരുടെ യുക്തി വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും അതിൻ്റെ ആസ്വാദനം നടത്തുക. അപ്പോൾ ഒരു പുസ്തകം 4 ആൾ വായിച്ചാൽ 4 പേർക്കും അത് 4 അനുഭൂതിയാണ് ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും അധികമായി അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വായനയെ അത് ബാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഈ പുസ്തകത്തിൻ്റെ രചനയ്ക്ക് പിറകിലുള്ള ചില കാര്യങ്ങൾ പറയുന്നത് ആഹ്ലാദകരം തന്നെയാണ്. പ്രധാനമായി 1986 ഈ നോവലിൻ്റെ ഒരു കഥാപരിസരമായി എടുക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും അതുപോലെ സാംസ്കാരിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ 80കൾ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായി. ഒന്നാമത് 70കളുടെ വസന്തത്തിന് ഇടിമുഴക്കം പോലുള്ള സംഗതികൾ സാഹിത്യത്തിൽ സംഭവിച്ചതിന് ശേഷം നക്സൽ പ്രസ്ഥാനങ്ങളുടെ ഒരു വിളയാട്ടം, തേരോട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യർ വിട്ടുനിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയതിന് ശേഷം ഉണ്ടായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് 80കളിലെ കേരളം മറ്റൊരു കേരളമായി മാറിയത്. അപ്പോൾ അതിനൊരു പ്രധാന സംഗതി 1986 അതിൽ ഒരു പ്ലോട്ടായിട്ട് എടുക്കാനല്ല, ആ പ്രത്യേക ഒരു വർഷം മാത്രം എടുത്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിലെ കുറച്ചു മനുഷ്യരുടെ ജീവിതം ആ കേരളത്തിൻ്റെ 86കൾ അടയാളപ്പെടുത്താൻ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അത് 86 ഒരു പ്രത്യേക വർഷമായി കണ്ടുകൊണ്ട് ഇത് എഴുതിയത്. 86ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാർപ്പാപ്പ ആദ്യമായി കേരളത്തിൽ വന്നൊരു വർഷമാണ് 1986. ഇന്ന് നമ്മൾ സെക്യുലർ ഫാബ്രിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ആശങ്ക പേറുന്നൊരു കാലത്താണ് 86 മാർപ്പാപ്പ ഇവിടെ വന്നിട്ട് ആദ്യമായി തൃശ്ശൂരിൽ പ്രസംഗിച്ച ആ ഒരു പ്രസംഗം
വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്വരമാണ്. നമ്മുടെ സെക്യുലർ ഇന്ത്യൻ ഫാബ്രിക്കിന് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ അന്നത്തെ ആ പ്രസംഗം നമ്മൾ ഇന്ന് റീകോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് മഹാന്മാരായിട്ടുള്ള അത്തരം ലെജൻഡുകൾ എങ്ങനെയാണ് ആ സൊസൈറ്റിയെ അഭിസംബോധന ചെയ്തത്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് 86-ൽ മാർപ്പാപ്പ ഒരു സമൂഹ വിവാഹം നടത്തി കൊടുത്തുകൊണ്ട് ചെയ്തൊരു പ്രസംഗം ആണ്. സത്യത്തിൽ മാർപ്പാപ്പയോട് എന്തിനാണ് വന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് കോൺസ്പിറസി തിയറി നോവൽ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതിൽ ഈ എഴുത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ഈ അദ്ദേഹം ആ കാലങ്ങളിൽ ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഡോക്യുമെന്റേഷൻ നമ്മുടെ സഭയുടെ കയ്യിലോ അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹ്യ വിഷയത്തിൽ താല്പര്യമുള്ള പ്രാദേശിക ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകളുടെ കയ്യിലോ ഒരു ഡോക്യുമെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ നാം എത്രമാത്രം പിറകിലാണ്, അല്ലെങ്കിൽ അത് ഒരു നമ്മുടെ ഒരു ജീവിതത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രധാന മുഹൂർത്തങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനതയൊക്കെ മാറ്റിമറിച്ച ആ സാമൂഹ്യമായ ഓർമ്മയെ ഡോക്യുമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ വെളിച്ചം പരത്തിയ കുറെ മനുഷ്യർ ഈ മാർപ്പാപ്പ വന്ന 1986-കളിൽ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. വലിയ സമരങ്ങൾ നടന്നു, വലിയ അച്ചീവ്മെന്റ്സ് നടന്നു. PT ഉഷയെ പോലുള്ള ആളുകൾ 6 മെഡലുകൾ നേടിയ, സ്വർണ്ണമടക്കം 6 മെഡലുകൾ നേടിയ വർഷം കൂടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ കായിക രംഗത്തും ഇന്റർനാഷണലി നമുക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരാൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ് അടയാളപ്പെടുത്തിയ ഒരു വർഷം 1986 ആണ് എന്നുള്ളത് നമ്മുടെ സാമൂഹ്യമായ ഓർമ്മയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാഞ്ഞു തുടങ്ങിയ ഒരു കാലത്ത് അത് റീകോൾ ചെയ്യുക എന്നുള്ളത് ഒരു വർക്ക് ഓഫ് ആർട്ടിൽ ഇടപെടുന്ന ആളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ നൈതികതയുള്ള മനുഷ്യരെ, നമ്മുടെ സമൂഹത്തെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യരെ നമ്മൾ അവർക്കുള്ള സ്മാരകമായിട്ടാണ് 1986 ലീഗ് 86 എന്ന പേരിൽ ഞാൻ എഴുതാൻ കാരണം ഈ പ്രാദേശിക ചരിത്രം ആണ് സത്യത്തിൽ നമ്മുടെ തലമുറയെ, നമ്മുടെ ഭാവിയെ ഒക്കെ നിർണ്ണയിക്കുന്നത് എന്ന് ലോകം മുഴുവനുമുള്ള മോണിമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ്, മ്യൂസിയത്തിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ വർക്ക് ഓഫ് ആർട്ടിന്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ ഏറ്റെടുത്താൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ ഒരു തെരുവിന്റെ പേരിന് പോലും ഒരു ചരിത്രമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഈ എഴുത്തിലുടനീളം എന്നെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ആക്യുറസിയെ കുറിച്ച് വലിയ ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അത്തരം കുറെ ആളുകളെ പോയി കാണുകയും, പ്രത്യേകിച്ചും കോഴിക്കോട് എടക്കാട് ഉള്ള ഒരു സ്ഥലത്തൊരു വളരെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരുപാട് ലൈബ്രറികളുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവധി ദിവസങ്ങളിൽ ബീഹാറിൽ നിന്ന് വരുമ്പോഴൊക്കെ കയറി ഇറങ്ങാറുള്ള, അച്ഛൻ്റെ കൂടെ ഇറങ്ങാറുള്ള ബൊട്ടാണിക്കൽ പ്രോഗ്രസീവ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിലെ മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലീഗ് 86 എഴുതാൻ ആരംഭിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ KK മാരാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിൽ 1986 ആരായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അധികാരത്തിന്റെ തേരോട്ടങ്ങൾ നടന്നിട്ടുള്ള, പോലീസ് അട്രോസിറ്റി ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 1986. അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂട ഭീകരതക്കെതിരെ നിലകൊണ്ട മനുഷ്യരെ ആരും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ മാത്രമേ നമ്മുടെ ചരിത്രത്തിലുള്ളൂ. അതിന്റെ ഭാഗമായി രക്തസാക്ഷികളായ, ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യരെയും നാം ഓർക്കുന്നില്ല. അവർക്കൊരു ശിലാഫലകങ്ങളില്ല, ഒരു അനുസ്മരണങ്ങളില്ല, അവരുടെ ജന്മദിനമോ അവരുടെ രക്തസാക്ഷി ദിനമോ നാം ആചരിക്കുന്നില്ല. അങ്ങനെ ഉള്ള കുറേ മനുഷ്യരെ സത്യത്തിൽ അടയാളപ്പെടുത്തേണ്ടത് എഴുത്തുകാരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ടെക്സാസിലൊക്കെ വന്ന സമയത്ത് അവിടെ ഒരു മെമ്മോറിയൽ പാർക്കിൽ പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ആ സ്ട്രഗിളിൽ മരിച്ച കുറേ ജവാന്മാരുടെ പേരുകൾ ഒരു മരത്തിന്റെ ചോട്ടിൽ വലിയ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അന്ന് അവർ ഒരു മരത്തിന് തൈയായി നട്ടത് ഇന്ന് ഞാനത്
22 പോയി കാണുമ്പോൾ അത് വൻ മരങ്ങളാണ്, ആ പേരുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അതൊരു ചരിത്രം പറയാണ്. അങ്ങനെ ചരിത്രം പറയുന്ന ഇവരൊക്കെ ജീവിച്ചത് കൊണ്ടാണ്, ഇവരൊക്കെ ഇന്ന മാതിരി ജീവിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തത് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാക്കാനെങ്കിലും നമ്മൾ സത്യത്തിൽ ഈ ഹിസ്റ്ററിയെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ജാതകമായിട്ടാണ് ഞാൻ ഈ ലീഗ് 86 അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഭരണകൂട ഭീകരതയെ നമ്മൾ പറയുമ്പോൾ അതിനൊരു സൗന്ദര്യാംശം ആവശ്യമാണ്. ഒരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് കാണിക്കേണ്ടത് ഒരു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നതിനൊരു ഒരു സൗന്ദര്യബോധം അല്ലെങ്കിൽ ഒരു യുക്തി, ഈ ഒരു വർക്ക് ഓഫ് ആർട്ടിന്റെ യുക്തി നമ്മൾ അതിൽ പ്രയോഗിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എന്ത് എഴുതുമ്പോൾ അതിനൊരു ക്രാഫ്റ്റ് വളരെ പ്രധാനമാണ്. നമ്മളൊരു വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വിഷയം അവതരിപ്പിക്കേണ്ട രീതി ആണ് നമ്മൾ ആദ്യം ആലോചിക്കുക. അതിനുശേഷം അതിന്റെ ഭാഷ രൂപമുണ്ട്. ഇപ്പൊ 9mm ബെരറ്റ് എഴുതിയ ഒരു ഭാഷയോ അതിന്റെ ഒരു ക്രാഫ്റ്റോ ഒന്നുമല്ല ഈ ലീഗ് 86 അതുകൊണ്ട് തന്നെ ഇത് ഒരു 3 തരം ആഖ്യാനത്തിലാണ് ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഫോം അങ്ങനെയാണ്. അത് ജീവിതത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങളിൽ കുറെ കൊല്ലപ്പെട്ട മനുഷ്യരെ ആരാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ ആ കൊലപാതകി സംസാരിക്കുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ആ ഒരു കൊലപാതകയുടെ അല്ലെങ്കിൽ ആ കൊലപാതകി എന്ന് പറയുന്നത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതിന്റെ 11 ചാപ്റ്ററുകളാണ്. 11 ഓരോ ഡിവിഷനിലും ഒരു 11 ചാപ്റ്റർ വീതമാണ്. മരണത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ 11 ചാപ്റ്ററാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ 11, മറ്റൊരു 11 ചാപ്റ്ററാണ്. പിന്നെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ആഖ്യാനങ്ങൾ മറ്റൊരു 11 ചാപ്റ്ററാണ്. അങ്ങനെ 33 ചാപ്റ്ററുകളിലായിട്ട് ഇത് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിൽ ഇവരെയൊക്കെ കൊല്ലുന്ന കൊലപാതകി ആണ് കഥ പറയുന്നത്. അത് സത്യത്തിൽ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെറ്റഫറാണ്. ആ രൂപകം വാതകമാണ്. ആ വാതകം ഒരു ഭരണകൂടത്തിന്റെ, സത്യത്തിൽ ഇത് നമുക്ക് 2 രീതിയിൽ വായിക്കാം. ഇത് കാലിക്കറ്റ് കാർബൺ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് വാതകം പുറത്ത് കടക്കുകയും ആ വാതകം കുറെ അധികം മനുഷ്യരെ ഇല്ലാതാക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന കുറെ ജീവിതങ്ങളെയാണ് ആ ചാപ്റ്ററിൽ വാതകം തന്നെ പറയുന്നത്. അതൊരു വാതകത്തിന് നേരിടേണ്ടി വന്ന വാതകത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ആ കഥ മുഴുവൻ ആ 11 ചാപ്റ്ററിലായിട്ട് അത്രയും മനുഷ്യരുടെ കഥ അതിൽ പറഞ്ഞത്. പിന്നീട് വരുന്ന 11 ചാപ്റ്ററിൽ ജീവിതത്തെ കുറിച്ചുള്ള ആഖ്യാനത്തിൽ ഈ മരണപ്പെട്ടു പോയ ആളുകളും അവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ കൂടി ചേർന്ന് ഈ വാതകം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ജീവിതത്തെ പൂരിപ്പിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ വാതകത്തിന് ചിലപ്പോൾ വാതകം കണ്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സാമുവൽ ചേട്ടന് വിനോദ് കൃഷ്ണനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ അഭിലാഷിനെ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ മാത്യു ജോസഫ് സാറിന് എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഞാൻ എന്ന ഒരു വ്യക്തി ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഈ 3 പേരും 3 പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും അവർ കാണുക. ഞാൻ നിങ്ങളോട് ഇടപെട്ട രീതി, ഞാൻ നിങ്ങളോട് സ്നേഹപ്പെട്ട രീതി, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് 3 കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇയാൾ റിവീൽ ചെയ്ത ജീവിതം പലരിലായിട്ടാണ് അത് ഇങ്ങനെ കിടക്കുക. അപ്പൊ അത് അങ്ങനെ ആ പല അടരുകളെ പല മട്ടിൽ പല ആളുകൾ പറയുമ്പോഴാണ് ഒരു ജീവിതം പൂർത്തിയാവുന്നത് എന്നുള്ള ഒരു ബോധ്യം ഈ എഴുത്തിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാട്ടിത്തള്ള എന്ന് പറയുന്ന, ഗ്രഗഡഞ്ചിത്തള്ള എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ നായൽ ഹരിദാസൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ സിസിലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഇപ്പൊ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. കാരണം ഇതിലുള്ള 3 സ്ത്രീകൾ, ഈ അടുത്ത് ഒരു നോവൽ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിലെ 3 സ്ത്രീകളും മോഹഭംഗങ്ങൾ വന്ന കുട്ടികളില്ലാത്ത സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചാണ്? ഞാൻ സത്യത്തിൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യത്തിൽ അങ്ങനെ ആലോചിക്കുന്നത് തന്നെ. അപ്പോ തൻ്റെ വീട്, സമൂഹത്തെ തൻ്റെ വീടാണ് എന്ന് കരുതി പെരുമാറുന്ന സ്ത്രീകളെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് നമുക്ക് പല സ്ട്രഗിളിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വലിയ സ്ട്രഗിളിന്റെ മുന്നിൽ വരുന്ന സ്ത്രീകളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാം വളരെ കരുത്തരായിട്ടുള്ള സ്ത്രീകളായിരിക്കും അവരൊക്കെ. അവരെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് അവർ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട കുറെ മനുഷ്യർ. സിസിലി തരകൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവിൽ നിന്നും പീഡനം അനുഭവിക്കുന്നുണ്ട്. സമൂഹത്തിൽ അവർ വേറെ രീതിയിൽ കൊല്ലപ്പെട്ടതിന് ശേഷവും അവരുടെ ജീവിതത്തിൽ അത്തരം ചില
പ്രതിസന്ധികൾ ആ ജീവിതം ത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരെ ഈ മരണാനന്തരവും അതിനു മുമ്പും അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് അവരുടെ പൂർണ്ണമായ ജീവിതം കിട്ടുന്നത്. തരകൻ എൻ്റെ കൂടെ ഭാര്യയായി ജീവിച്ചിരിക്കുമ്പോൾ അവരെ കുറിച്ച് വാതകം പറഞ്ഞ കഥയല്ല സത്യത്തിൽ മരണാനന്തരം അവർ സംസാരിക്കുന്ന അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അത് തികച്ചും വ്യത്യസ്തമാണ്. എല്ലാ മനുഷ്യരിലും അങ്ങനെ ഒരു ഇന്നർ സെൽഫ് ഉണ്ടാവും. ആ ഇന്നർ സെൽഫിനെ നമ്മൾ ആരെങ്കിലും ഒരാൾ അത് കണ്ടെത്തും അവരുടെ ജീവിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ മരണശേഷമോ. ആ രീതിയിലാണ് ആ ആഖ്യാനത്തെ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ആഖ്യാനത്തിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് ഈ 3 ചാപ്റ്ററുകളിലും ഈ സെഗ്മെന്റുകളിലും വരുന്ന സ്വാമിക്കുട്ടിയും പുഷ്പയും എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അവര് മരിച്ചുപോയ ക്യാരക്ടറല്ല. നേരത്തെ സ്വാമിക്കുട്ടിയുടെ അച്ഛന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സ്വാമിക്കുട്ടിയും സരളയും ഈ 3 ആഖ്യാനങ്ങളിലും അവർ വരുന്നുണ്ട്. അപ്പൊ അത് ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു തെളിവായിട്ട് അവരൊരു റിയൽ സ്റ്റോറി പറയുന്ന രീതിയിലാണ്. അതൊരു ഈ നോവൽ മൊത്തം കുറച്ച് മോണോലോഗുകളാണ്, കുറച്ച് അവരുടെ തുറന്നു പറച്ചിലുകളാണ്, ചില മൗനങ്ങളുണ്ട് അതിൽ. അപ്പൊ ആ മൗനങ്ങൾ പൂരിപ്പിക്കാനായിട്ടാണ് സ്വാമിക്കുട്ടിയും ഈ പുഷ്പയും ഈ നോവലിലുടനീളം വരുന്നത്. പിന്നെ അധികാരത്തിന്റെ ചിഹ്നം ആയിട്ടാണ് ഇത് മാർപ്പാപ്പ 1986 വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ഒരു അധികാരത്തിന്റെ ചിഹ്നം കൂടിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച പോപ്പ് എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമനാണ് പറയാം. അദ്ദേഹം ഈ ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, യുദ്ധത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് ചില അരമന രഹസ്യങ്ങൾ പോലെ അത് പുറത്തു വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതൊരു കോൺസ്പിറസി, അത് നമുക്ക് വിസിബിൾ അല്ല. അപ്പോൾ ഇത് പോളണ്ടിൽ അദ്ദേഹം ഒരു പോപ്പായതിനു ശേഷം അദ്ദേഹം പോളണ്ടിൽ പോവുകയും അവിടെ സോളിഡാരിറ്റി പോലുള്ളൊരു മൂവ്മെന്റ് വരികയും അവിടുത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും പിന്നീട് അതിന്റെ അനുരണനങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും തേർഡ് വേൾഡ് കൺട്രീസിലും ഒക്കെ അത് ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് പ്രസിഡന്റ് റീഗനുമായി ഒരു മുറിയിൽ 40 മിനിറ്റോളം അടഞ്ഞ മുറിയിൽ ഇരുന്ന് എന്താണ് ഇരുവരും സംസാരിച്ചത് എന്നുള്ളത് ഇന്നും ലോകത്തിന് ദുരൂഹമായിട്ടൊരു കാര്യമാണ്. അപ്പൊ അത് എന്നെ ഹുക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ എന്തായിരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയെ ലോകം മുഴുവൻ നിയന്ത്രിച്ച, പ്രത്യേകിച്ചും ശീതസമര കാലത്ത് അന്ന് ലോകം ഇത്രമാത്രം ഏകപക്ഷീയമായിരുന്നില്ല. ഇപ്പോൾ ഏകധ്രുവമാണ് ലോകമാണെന്ന് നമുക്കറിയാം. ശീതസമരമുള്ള സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഭാഗത്ത് റഷ്യയും ഒരു ഭാഗത്ത് അമേരിക്കയും ഉള്ളത് കൊണ്ട് ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു ഈ ലോകത്ത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ ശീതസമരം ഇല്ലാതാക്കിയതിന്റെ പ്രധാന സൂത്രധാരകൻ ജോൺ പോൾ രണ്ടാമനാണ് എന്നുള്ള ഒരു ആഖ്യാനം. അതൊരു കോൺസ്പിറസി തിയറി ആയിട്ടാണ് ഈ നോവലിൽ വരുന്നത്. അത് നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള പ്രസംഗം, അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്ന സമയത്ത് തന്നെ ഇവിടെ കെ കരുണാകരനാണ്, കെ മാരാർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഇതിന്റെ ഷെയ്ഡ് ഇതിലുണ്ടെങ്കിൽ പോലും അദ്ദേഹമാണ് അന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ വിമാനം ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു പിടി മണ്ണ് കയ്യിലെടുത്തുകൊണ്ട് ടാഗോറിന്റെ കവിത ആണ് പിതാവ് ചൊല്ലിയത് എന്ന് ആ കാലത്തെ ഡോക്യുമെന്റിലും അന്നത്തെ പത്രവാർത്തകളിലും ഒക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ എന്നെ വളരെയായിട്ട് ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണ് ഈ നോവൽ എഴുതുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിൽ വന്നിട്ടില്ലെങ്കിലും ഒരു അധികാരത്തിന്റെ രൂപകമായിട്ട് നമുക്ക് എപ്പോഴും ഈ ഒരു സെറ്റപ്പിനെ കാണാനായിട്ട് പറ്റും. കാരണം എങ്ങനെയാണ് ഈ സഭകൾ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കി അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഭരണകൂട ഭീകരതയിലും ഉള്ളത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതികളും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന, ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈറാർക്കിയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന സാധാരണ മനുഷ്യർക്ക് സ്ട്രഗിൾ ചെയ്യാതെ അവർക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റില്ല. അവർക്ക് സമരം ചെയ്യാതെ അവരുടെയും മറ്റുള്ളവരുടെയും ജീവിതം ഈസിയാക്കാൻ പറ്റില്ല എന്ന് ഉള്ളത് ഒരു നിത്യസത്യമാണ്. അത് ലോകത്ത് എല്ലായിടത്തും ചെറുതും വലുതുമായ സ്ട്രഗിളുകളിൽ ഏർപ്പെട്ടുള്ള മനുഷ്യർ
നിരന്തരം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ അദ്ദേഹം അതിൽ ഇടപെടുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ ഇടപെടുന്നു എന്നുണ്ടെങ്കിൽ, അതാണ് യഥാർത്ഥ മനുഷ്യന്റെ പൊളിറ്റിക്സ് എന്ന് വിശ്വസിക്കുന്ന കുറെ മനുഷ്യരെ കുറിച്ച് മാത്രമാണ് ഇതിൽ എഴുതിയത്. അല്ലാതെ ഒരു പ്രത്യേക കുടിയടയാളത്തിന്റെയോ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയോ പിൻബലം കൊണ്ട് മാത്രം സമരത്തിന് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യരല്ല ലീഗ് 86-ലുള്ളത്. അത് ഒരു പ്രത്യേക രീതിയിൽ പറയുമ്പോൾ അതങ്ങനെ ചില മനുഷ്യർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു കോമൺ, ഇപ്പോൾ ഈ തരകൻ എന്ന് പറയുന്ന വളരെ അപൊളിറ്റിക്കൽ ആയിട്ടുള്ള തൊഴിലാളികളെ എക്കാലത്തും ഒറ്റിക്കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ പോലും ഈ വാതക ദുരന്തത്തിന് ശേഷം ഈ ട്രാജഡിക്ക് മുന്നിൽ തൻ്റെ മനുഷ്യപ്പറ്റ് കാണിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളത് ആണ് യഥാർത്ഥ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൊളിറ്റിക്സ് എന്നാണ് അത് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ഇപ്പോൾ ഗോളിയറൻസ് പോലുള്ള കമ്പനികൾ കോഴിക്കോട് ഉണ്ടായിരുന്നു. അത് EMSന്റെ കാലത്ത് വന്നിട്ടുള്ള കമ്പനിയാണ്. അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കഥകൾ സത്യത്തിൽ എനിക്കറിയാവുന്നു. ഞാൻ അമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കണ്ട മനുഷ്യർ ഒക്കെ പലരും ഈ ഗോളിയറൻസിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അങ്ങനെ ആ കാലത്ത് വന്നിട്ട് വലിയ സമരങ്ങളെ കുറിച്ച് 86-കൾ വന്നിട്ടുള്ള വലിയ സമരങ്ങളെ കുറിച്ചൊക്കെ ഈ നോവൽ എഴുതുന്ന സമയത്ത് എനിക്ക് ഉപകാരപ്പെട്ടത് അത്തരം മനുഷ്യരെ കണ്ടതുകൊണ്ടാണ്. പിന്നീട് എഴുതുന്ന സമയത്ത് എഴുത്ത് കാലഘട്ടത്തിൽ അവരിൽ പലരെയും ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോവലിനേക്കാൾ ഫിക്ഷനെ വെല്ലുന്ന രീതിയിലുള്ള ജീവിതം ജീവിച്ച മനുഷ്യരാണ് അവർ എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നെറേറ്റീവില് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള അത്തരം മനുഷ്യരെ ഇവരുടെ ജീവിതം തുച്ഛമാണ് എന്ന് പറയാം. കാരണം അവർക്ക് പറഞ്ഞാലും തീരാത്ത അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്തോടുകൂടി ജീവിച്ചതിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അത്തരം മനുഷ്യർ, അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്, പരിസ്ഥിതി ഉണ്ട്. അപ്പോൾ അവർ വലിയ വലിയ സ്ട്രഗിളിന്റെ ഭാഗമായി തീർന്ന് പിന്നീട് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയ അത്തരം മനുഷ്യരെ, ഒരു ശവക്കല്ലറ പോലും ഇല്ലാത്ത, ഒരു അനുസ്മരണ യോഗങ്ങളിൽ പോലും പേര് പരാമർശിക്കപ്പെടാത്ത അത്തരം സാധു മനുഷ്യരെ വർക്ക് ഓഫ് ആർട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് അവർക്കുള്ള ഒരു ട്രിബ്യൂട്ട് ആകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സങ്കടകരമായ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ലീഗ് 86 ഞാൻ പൂർത്തീകരിച്ചത്. അപ്പോൾ അതിന്റെ ഒരു അവസാനത്തെ കുറിച്ചൊക്കെ എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടും പ്രതീക്ഷാ നിർഭരമായ, അല്ലെങ്കിൽ അതിലൊരു പുകക്കുഴലിന്റെ നിഴൽ ചവിട്ടാതെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാമിക്കുട്ടിയിലാണ് അത് അവസാനിക്കുന്നത്. ഈ പുകക്കുഴൽ എന്ന് പറയുന്നത് മറ്റൊരു മെറ്റഫറാണ്. സത്യത്തിൽ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ആൽബേർ കാമുയുടെ പ്ലേഗ് ഒക്കെ വായിച്ച സമയത്ത് അത് പല രീതിയിലാണ് അത് വായിച്ചത്. ആൽബേർ കാമു പക്ഷേ അത് ഒരു രോഗം വന്നു, ആ രോഗത്തിന് അടിമപ്പെട്ട ആളുകളുടെ വികാരങ്ങൾ, വൈയക്തിക വികാരങ്ങൾ, അല്ലെങ്കിൽ ആ സമൂഹവുമായി ആ രോഗികൾ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, ഇതാണ് നമ്മൾ വായനക്കാർ വായിച്ചത്. എങ്കിലും അത് സത്യത്തിൽ സമൂഹത്തിന്റെ രോഗാതുരതയെ കുറിച്ചാണ് സത്യത്തിൽ ആ ഒരു മഹാനായ റൈറ്റർ പറയാൻ ആഗ്രഹിച്ചത്. അത് പ്ലേഗ് എന്ന് പറയുന്ന നോവൽ നമ്മുടെ ഈ അടച്ചിരിപ്പ് കാലത്ത് വീണ്ടും ആളുകൾ വായിച്ചപ്പോൾ അതിന് റീഡിങ് നടത്തിയ സമയത്ത് അവർ അങ്ങനെയാണ് അതിനെ വായിച്ചത്. അത് ഒരു അധികാര വ്യവസ്ഥയായിട്ട്, ആ രോഗം ഒരു അധികാരമുണ്ടാക്കുന്ന ഒരു രോഗമായിട്ട് ആ സമൂഹത്തിൽ മുഴുവൻ അത് പടരുമ്പോൾ അത് എങ്ങനെയാണ് മനുഷ്യ ജീവിതങ്ങളെ മതത്തിനതീതമായി, ജാതിക്കതീതമായി, നിറങ്ങത്തിനതീതമായി, സാമ്പത്തികമായ വലുപ്പച്ചെറുപ്പത്തിന് അതീതമായി എങ്ങനെയാണ് അത് സമൂഹത്തിലൊരു ടോക്സിക് ആയി മാറുന്നത്, അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് ലോകത്തോട് പറയാനാണ് സത്യത്തിൽ പ്ലേഗിലൂടെ ആൽബേർ കാമു ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ പ്രേരണയായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയത് ഈ ലീക്ക് എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായ എടക്കാടിലെ ഒരു ഫാക്ടറിയിൽ, വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫാക്ടറിയിൽ നിന്നൊരു വാതകം പുറത്തേക്ക് പോകുമ്പോൾ അത് സത്യത്തിൽ നോവലിന്റെ വായനക്കൊടുവിൽ നാം മനസ്സിലാക്കേണ്ടത് അത് സത്യത്തിൽ അത് ഒരു ഫാക്ടറി, അങ്ങനെ ഒരു ഫാക്ടറി അവിടെ ഇല്ല, അങ്ങനെ ഒരു ലീക്കേജ് അവിടെ നടന്നിട്ടില്ല. പക്ഷെ അത് സാഹിത്യത്തിൽ, ആ നെറേഷനിൽ, ആ പുസ്തകത്തിൽ അത് വരുന്നത് രൂപകമായിട്ടാണ്, അത് അധികാരമായിട്ടാണ് വരുന്നത്. ആ രീതിയിൽ അതിനെ ആളുകൾ വായിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇത് എഴുതി അവസാനിച്ചപ്പോൾ കരുതിയത്. പക്ഷെ പല മട്ടിൽ അത് ആളുകൾ വായിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു നോവൽ വായിക്കുമ്പോൾ, ഒരു കഥ വായിക്കുമ്പോൾ അത് വായനക്കാരൻ്റെതാണ്. അത്
അത് അവരുടെ ഭാവനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. അത് അവരുടെ ജീവിതവുമായി അവർ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന യുക്തിയുടെ ബലത്തിലാണ് അവർ ആ നോവലിനെ അവരുടെ മട്ടിൽ അത് ആക്കി തീർക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. അത് തന്നെയാണ് വർക്ക് ഓഫ് ആർട്ടിന്റെ ഒരു ശക്തിയുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം എഴുതപ്പെട്ടത് പല ലെയറുകളായിട്ട് ആളുകൾ വായിക്കുകയും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് നല്ല കൃതിയായി തീരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരേ മട്ടിലുള്ളൊരു വായന ഒരു പുസ്തകം ഒരേ മറ്റുള്ളൊരു അനുഭൂതി ഒരു പുസ്തകം തരുന്നുണ്ടെങ്കിൽ അതൊരു മോശം പുസ്തകമായിട്ടാണ് കണക്കാക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് പല മട്ടിൽ വായിക്കുന്നതിൽ ആളുകൾ വായിക്കുന്നതിലുള്ള സന്തോഷം കൂടി എനിക്കുണ്ട്. പിന്നെ ഈ നോവലിന്റെ രചനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. സാമുൽ ചേട്ടൻ അതിലൊരാളാണ്. പലപ്പോഴും നമുക്ക് സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ കൈമാറുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംസാരത്തിനിടയിലാണ് LK86 കുറിച്ചും ആ കാലത്തുണ്ടായ സമരങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പിന്നെ സംസാരിച്ചു. സാംചേട്ടൻ പറഞ്ഞു 1986 കേരളത്തിൽ ഒരു പ്രമാദമായ ഒരു സമരം നടന്നിട്ടുണ്ട്. അത് KSC സമരമാണ്, KSCB സമരമാണ്, അത് ടവർ മറച്ചിടൽ സമരമാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ അത് തേടി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാലചന്ദ്രൻ പോലുള്ള ആളുകൾ ചെയ്ത കേരളത്തിൽ സമരം ജനകീയമായത്, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ ആശയമോ ചെയ്ത ഒരു സമരം ജനങ്ങൾ ഏറ്റെടുത്തത്, രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ചരിത്രം ഉണ്ടായത് ഈ KSCB ടവർ മറച്ചിടൽ സമരത്തിന് ശേഷമാണ്. അപ്പൊ അത്തരത്തിലുള്ള അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ചില ആളുകളെ കൂടി ഞാൻ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചില ചാപ്റ്ററുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള, അത് കേരളീയരുടെ മാത്രം DNA-യിലുള്ള ഒരു സംഗതിയല്ല. ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരുടെ ഉള്ളിൽ, മനുഷ്യനെ കുറിച്ച് ഉള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അങ്ങനെയുള്ള പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടേതാണ് LK86 എന്ന് പറയുന്ന കഥ. അതിലെ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയി. അതിൽ പൊതുവെ ഞാൻ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതും. ഞാനൊരു സ്ത്രീ പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. അതെന്റെ വീട്ടിലെ അമ്മ, ഈ ഭാര്യ, മകൾ, ഇങ്ങനെ എല്ലാവരും ഒരു സ്ത്രീ ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നുണ്ടാകുമ്പോൾ അവരുടെ വികാരങ്ങൾ എങ്ങനെയാണ് ഒരു തോട്ട് പ്രോസസ് ആയിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത് ഞാൻ ഈ നോവലിന്റെ എഴുത്തിലുടനീളം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് സാധാരണ ഒരു എഴുത്തുകാരന്റെ ഒരു ധാർമ്മികത എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ ഉള്ള ഒരു നൈതികത നാം സൂക്ഷിക്കേണ്ടത്, നമ്മൊരു കള്ളനെ കുറിച്ച് എഴുതുമ്പോഴും ഒരു നല്ല വ്യക്തിയെ കുറിച്ച്, ഒരു സെയിന്റിനെ കുറിച്ച് എഴുതുമ്പോഴും നാം എപ്പോഴും സെയിന്റിനെ കുറിച്ച് എഴുതുമ്പോൾ സെയിന്റ് ആവുകയും കള്ളനെ കുറിച്ച് എഴുതുമ്പോൾ കള്ളനാവുകയും വേണം. അല്ലെങ്കിൽ കള്ളനാണ്, അതുകൊണ്ട് അവന് ഒരു ഐഡന്റിറ്റി ഇല്ല, അത് ഞാൻ എങ്ങനെയാണ് കള്ളനെ കാണുന്നത് ആ രീതിയിലല്ല എഴുതേണ്ടത്, അത് അവരുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് വേണം എഴുതാൻ എന്നുള്ള ഒരു നൈതികതയാണ് ഞാൻ ഇതിലും പുലർത്തിയത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിലെ തകടിഞ്ചിത്തള്ള, ഭ്രാന്തിയായ തകടിഞ്ചിത്തള്ളയെ സമൂഹം കളിയാക്കുമ്പോൾ ഞാൻ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ആ കളിയാക്കുന്ന സമൂഹത്തിന്റെ കൂടെ നിന്നിട്ടല്ല എഴുതിയത്. ഞാൻ ഈ തകടഞ്ചി തള്ളയുടെ മനോനിലയിൽ നിന്നുകൊണ്ടാണ് എഴുതിയത്. അതെങ്ങനെയാണ് അവർ ഇതൊരു POV ആണ്, അത് സത്യത്തിൽ ആ പോയിന്റ് ഓഫ് വ്യൂന്നാണ് അത് എഴുതിയത്. അങ്ങനെ തന്നെയാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ സിസിലിയെ കുറിച്ച് പറയുകയാണെങ്കിലും, അതുപോലെ പുഷ്പയെ കുറിച്ച് പറയുകയാണെങ്കിലും, ഈ തകിടഞ്ചി തള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒത്തിരി സ്ത്രീ കഥാപാത്രങ്ങൾ അതിൽ വരും. ഈ സ്ത്രീ കഥാപാത്രങ്ങളെ എല്ലാം തന്നെ വളരെ റെസ്പെക്റ്റോടു കൂടി അവതരിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടായിരുന്നു. ആ ചിന്ത എന്നിൽ ഉണ്ടാക്കി തന്നത് ഈ സ്ത്രീ ഭൂരിപക്ഷ പ്രദേശമായ എൻ്റെ വീട്ടിൽ ഉള്ള ഒരു ജീവിതം, ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ ആർജിച്ച ഒരു അറിവിൽ നിന്നാണ്. അത് ശരിയാണോ അങ്ങനെ എഴുതുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഈ പ്രത്യേകിച്ചും ഒരു ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ വലിയ വേവലാതി കൊള്ളുന്ന ഒരു ലോകത്ത്, അതിനെക്കുറിച്ച് വലിയ ഡിബേറ്റുകൾ പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് ജെൻഡർ പൊളിറ്റിക്സിന്റെ ഒരു യുക്തിയെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ അതിനെ അദ്ദേഹത്തിന്റെ വർക്ക് ഓഫ് ആർട്ടിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിന്റെ ഒരു പരീക്ഷണം ആണ് ഈ LK86 സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പിന്നെ ഈ LK86 എന്ന് പറയുന്ന ഈ ഒരു പ്ലോട്ട് സത്യത്തിൽ എൻ്റെ ഉള്ളിലേക്ക്
വരാനിടയായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോളിയർ റൈൻസ് പോലുള്ള വലിയ ഫാക്ടറികളിൽ ജോലി ചെയ്ത് ജീവിതം ഒന്നുമല്ലാതെ ആയിത്തീർന്ന മനുഷ്യരുടെ ജീവിതം കണ്ട മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടുകയും അങ്ങനെ ഉള്ള തൊഴിലാളികളെ ഒരു ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടായിട്ട് അവരുടെ ഒരു സോഷ്യൽ മെമ്മറി എന്നിലേക്ക് എത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള മനുഷ്യരെ അടയാളപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വർക്ക് ഓഫ് ആർട്ടിൽ ഒരിക്കൽ അടയാളപ്പെട്ട് കഴിഞ്ഞാൽ അത് കഥാകൃത്ത് മാഞ്ഞു പോയാലും ആ കഥാകൃത്തിന്റെ കഥ നിലനിൽക്കും എന്നുള്ള ഒരു അതിയായ കലാപപ്രചോദിതമായ ഒരു ആഗ്രഹത്താലാണ് അങ്ങനെയുള്ള മനുഷ്യരെ അടയാളപ്പെടുത്താനായിട്ട് ഞാൻ ഇതിൽ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പൊ മാർപ്പാപ്പയെ കുറിച്ച് എഴുതുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ദൃഢനിശ്ചയം തന്നെ ഉണ്ടായിരുന്നു. കാരണം അതിൽ ഞാൻ പെട്ടുപോയത് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ചെയ്തിട്ടുള്ള പ്രസംഗങ്ങളുടെ ഒരു പല പത്രങ്ങളിലും അന്ന് വന്നത് അതാത് റിപ്പോർട്ടർമാരുടെ യുക്തിക്കനുസരിച്ച് മാർപ്പാപ്പ ഇന്ന കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള എഡിറ്റോറിയലുകളും റിപ്പോർട്ടുകളുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ മാർപ്പാപ്പയെ അന്ന് സ്വീകരിച്ച ഒരാളെ കണ്ടുമുട്ടാനിടയായി, പത്രപ്രവർത്തകനെ കണ്ടുമുട്ടാനിടയായി. രണ്ടാമത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇതിൽ വെക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ കേട്ടസിയിൽ അത് പേര് കൊടുക്കാതെ. രണ്ടാമത് അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന്റെ ഷെഫായിട്ടുള്ള ഒരാളെയും അന്ന് എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റി. അദ്ദേഹം പേര് വെക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആ പേര് പറയാതിരിക്കുന്നത്. അവർ അന്ന് അദ്ദേഹത്തിന് കൊടുത്ത മെനുവിനെ കുറിച്ചും മറ്റുമൊക്കെ എന്നോട് പറയുകയുണ്ടായി. അതൊക്കെ ഞാൻ ഇതിൽ അതിന്റെ സൗന്ദര്യാംശം നോവലിന്റെ ആഖ്യാനത്തിൽ നിന്ന് അടർന്നു പോകാത്ത രീതിയിൽ എന്നാലാവും വിധം അത് എഴുതി ചേർക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ജോൺ പോൾ രണ്ടാമനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ലേഖനമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡോക്യുമെന്റേഷന് ശ്രമിക്കുന്നുണ്ടെങ്കിലോ ലീഗ് 86-ൽ മാർപ്പാപ്പയെ അടയാളപ്പെടുത്താൻ ഞാൻ ഉപയോഗിച്ച ടൂളുകൾ വളരെ സത്യസന്ധമാണ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. കാരണം ഞാൻ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അത് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടുകളാണ്. അത് സഭയുടെ കയ്യിലില്ലാത്ത ഒരു രേഖ പോലും ലീഗ് 86-ൽ ഉണ്ട് എന്നുള്ളത് എന്നെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം അത്രയും വലിയൊരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ ഒരു വരവിനെ അടയാളപ്പെടുത്തേണ്ടത് ചരിത്രത്തിന്റെ ആവശ്യമായിരുന്നു. അത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായ ഒരു കാര്യമാണ്. അത് നമ്മൾ അത് ചെയ്യാൻ അത് മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ അതിനെയൊന്നും അത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. അപ്പോൾ ഒരു പുസ്തകം പല മട്ടിൽ ഈ ഭൂമിയിൽ ജീവിക്കുകയും കടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യരുടെ ഒരു അടയാള പുസ്തകമായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ലീഗ് 86 പൂർത്തിയാക്കിയത്. എന്തായാലും ഈ ഇങ്ങനെയുള്ളൊരു ചർച്ചയിൽ എന്നെ ക്ഷണിച്ചതിന് സാമുൽ ചേട്ടനോടും നാനയോടും ഇപ്പൊ മാത്യു സാർ പറയണ്ടായി തുടക്കത്തിൽ ഞങ്ങളൊരു അവകാശവാദമുണ്ട് എന്ന്. അത് എന്നെ കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്നു. അത് ലാന ലീഗ് 86-ന് തന്ന ഒരു അവാർഡായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ വലിയ വാക്കുകൾക്ക് നന്ദി. എല്ലാവരോടും സ്നേഹം. താങ്ക് യു വിനോദേ. ഈ നോവൽ വായിച്ച റോയിറ്റേഴ്സ് പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ശ്രീ BS ഉണ്ണികൃഷ്ണൻ ഈ ഗ്രൂപ്പിലുണ്ട്, ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വായനാനുഭവത്തിൽ നിന്ന് വിനോദിനോട് സംവദിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നു. ശ്രീ BS ഉണ്ണികൃഷ്ണൻ അവരുടെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വിനോദ് ഈ പുസ്തകം എനിക്ക് അയച്ചു തന്നിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. പക്ഷെ കുറച്ച് ലേറ്റായിട്ടാണ് വായിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ബരേറ്റ 9mm ബരേറ്റ മുതലുള്ള കൃതികൾ ഞാൻ വളരെ ആഴത്തിൽ വായിച്ചു. അതിനുശേഷം വന്നൊരു ചെറുകഥാ സമാഹാരം ബേപ്പൂർ കേസ് ഇവിടെ പരാമർശിച്ചു. എനിക്ക് തോന്നുന്നത് ആ ബേപ്പൂർ കേസ് എന്ന് പറയുന്ന സമാഹാരത്തിലെ ചില കഥകളിൽ തന്നെ ഈ ഒരു നോവലിൻ്റെ വേരുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കൃതിയിലും ഈ ലീഗ് 86 എന്നുള്ള ഈ കൃതിയിലും ഞാൻ പറഞ്ഞ ആ സമാഹാരത്തിലെ
ചില കഥകളിലുമൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള പൊതുവായ ഒരു പ്രമേയം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ മേലുള്ള അധികാരത്തിൻ്റെ പ്രയോഗം, അധികാരത്തിൻ്റെ ഉരുക്കുമുഷ്ടി എങ്ങനെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ അടിച്ചമർത്തുന്നത്, ദ്രോഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെറും ഈ പണിയെടുക്കാനും വോട്ട് ചെയ്യാനും മാത്രമായിട്ടുള്ള യന്ത്രങ്ങളായിട്ട് മാത്രം കണക്കാക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വളരെ പിന്നെ ശക്തമായ രീതിയിൽ ഉള്ള അവതരണം ചില 4-5 കഥകളിലുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇതെന്നാണ് എൻ്റെ ഒരു വായനയിൽ എനിക്ക് തോന്നിയത്. ഇപ്പം ഈ 2 അഭിലാഷ് ആദ്യം സൂചിപ്പിച്ച 2 വ്യാവസായിക ദുരന്തങ്ങൾ ഇവിടെ വന്നു. ഒന്ന് ചെർണോബിൽ, 2 നമ്മുടെ തന്നെ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഒന്നുകിൽ ഹ്യൂമൻ എറർ കൊണ്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ കൊണ്ടോ ഒക്കെ സംഭവിച്ച 2 സംഗതികളാണ്. പക്ഷെ ഇവിടെ ഇതൊരു പരീക്ഷണമായിട്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ കാലിക്കറ്റ് കാർബൺ കോർപ്പറേഷൻ എന്നുള്ള സാങ്കല്പിക സ്ഥാപനത്തിലുണ്ടാകുന്ന ഈ വാതക ദുരന്തം അതൊരു പരീക്ഷണം എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ നടന്ന ആണവ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആണവ ആക്രമണം, അത് വേൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതിൻ്റെ ഒരു സംഹാര ശേഷി പരീക്ഷിക്കാനും വേണ്ടിയായിരുന്നു എന്നുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുമാതിരി ഇത് എവിടെയെങ്കിലും സംഭവിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഇനി മേലിൽ സംഭവിക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു സംഗതിയായിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അപ്പം ഇത് വ്യക്തമായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഈ ഒരു ദുരന്തത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ഗൂഢാലോചനയുടെ വേരുകളാണ് ഈ കൃതി അന്വേഷിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒട്ടും ഡോൺ ലീനിയർ എന്ന് പറയുന്ന ഒട്ടും രേഖീയമല്ലാത്ത, ഒട്ടും ഡയറക്റ്റ് അല്ലാത്ത ഒരു ആഖ്യാന ശൈലിയാണ് ഇവിടെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് 3 തരത്തിൽ അല്ലെങ്കിൽ 3 സെക്ഷനുകളിലായിട്ട് ഇത് പിന്നെ ഇതിൻ്റെ ആഖ്യാനം അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നു. അതിൽ മരണവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു സംഭാഷണം, അതായത് ഈ ദുരന്തത്തിന് ഇരയായവരും അതിജീവിച്ചവരും മരിച്ചവരും ഒക്കെ അവരുടെയൊക്കെ വീക്ഷണകോണുകളിലൂടെയാണ് ഈ ഗ്യാസ് അല്ലെങ്കിൽ ഈ വാതകം എന്ന് പറയുന്ന കഥാപാത്രം അതൊരു കഥാപാത്രമായിട്ട് തന്നെ മാറുന്നു. അതിൻ്റെയും വീക്ഷണകോണുകളിലൂടെ മരണവുമായിട്ടുള്ള ഒരു ദീർഘമായ ഒരു ഭാഷണം നമുക്ക് കാണാൻ പറ്റുന്നു. ജീവിതവുമായിട്ടുള്ള ഒരു ദീർഘഭാഷണം കാണാൻ പറ്റുന്നു. ഏതോ ഒരു കാലവുമായിട്ട്, അത് കടന്നുപോയൊരു കാലമാകാം, അല്ലെങ്കിൽ അവരുടെ തന്നെ സങ്കല്പത്തിലുള്ള ഏതോ വിദൂരമായിട്ടുള്ളൊരു കാലമാകാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പല തലങ്ങളിലുള്ള പല അടരുകളിലൂടെയുള്ള ഒരു സഞ്ചാരം, ഒരു ആന്തരിക സഞ്ചാരം എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ് ഈ കൃതിയുടെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഖ്യാനത്തിൻ്റെ ഒരു പോക്ക്. അപ്പം അങ്ങനെ അപ്പം ഇതിൻ്റെ പ്രാദേശികമായിട്ടുള്ള പിന്നെ ഘടകങ്ങളിലേക്ക് വന്നാൽ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ കോഴിക്കോട് മലബാർ ഭാഗത്തൊക്കെ. ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയ സാമൂഹിക ഒരു ഭൂമിക എനിക്കും വളരെ പരിചിതമാണ്. ഒരുപാട് ചിലരെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ 80കളിലെ തെക്കേ മലബാറിലെ സാമൂഹ്യ ജീവിതം, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം, രാഷ്ട്രീയം, അവകാശ സമരങ്ങൾ, ഇതെല്ലാം ഈ കൃതിയുടെ ഒരു അന്തർധാരയിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മാത്രമല്ല, ഒറ്റ രാത്രി കൊണ്ട് 30,000-ഓളം പേരെയാണ് ഇത് കൊല്ലുന്നത്. നമുക്ക് ഈ ഭോപ്പാൽ ട്രാജഡിയിൽ തന്നെ കൃത്യമായ നമ്പേഴ്സ് നമ്മുടെ കയ്യിലില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് രാത്രി അവിടെ നിന്ന് അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് കടത്തി അമേരിക്കയിലോട്ട് വിട്ടതെന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പം ഇവിടെ ഒരു ഗ്രാമം ആണ് ഇതിനിരയാവുന്നത്. ഇടക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അത് ഒരു സാങ്കല്പിക ഗ്രാമമാണോ എന്ന് എനിക്കറിയില്ല, അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ അതൊരു വലിയൊരു ദുരന്തം സംഭവിച്ചതിന് ശേഷം അതൊരു മരുഭൂമി പോലെ അല്ലെങ്കിൽ ഒരു പ്രേതഭൂമി പോലെ ഇങ്ങനെ അവശേഷിക്കുന്നു. അപ്പോൾ അവിടെ അവശേഷിക്കുന്ന മനുഷ്യരുണ്ട്, ഈ പ്രകൃതിയുണ്ട്, ഒരുപാട് നരകത്തീയിലൂടെ കടന്നുപോയൊരു പ്രകൃതിയുണ്ട്, അവിടെ നിന്ന് അപ്രത്യക്ഷരായിട്ടുള്ള ജീവികളുണ്ട്, പക്ഷിജാലങ്ങളുണ്ട്, മറ്റുള്ള ജീവികളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ പരിസ്ഥിതിയുടെ വളരെ വലിയൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ളൊരു വലിയ ഒരു മുന്നറിയിപ്പ് ഒക്കെയാണ് ഇവിടെ. എവിടെ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു അന്തർലീനമായിട്ടുള്ള ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഇതിനകത്തുള്ളതായിട്ട് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വിനോദ് തന്നെ ഇവിടെ പറഞ്ഞു,
മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എനിക്കും പെട്ടെന്ന് ഇത് വായിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ കുറച്ച് പോയി എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട്. ആ സമരത്തിൻ്റെ പേരിൽ തല്ല് വാങ്ങിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ഫാക്ടറിയിൽ ബന്ധപ്പെട്ട പരിസ്ഥിതി മലിനീകരണവും ആ ചാലിയാറിൻ്റെ ഒരവസ്ഥയും അതിനുശേഷം നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമൊക്കെ തീർച്ചയായിട്ടും ഈ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ കൃതിയുടെ ഒരു അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, അതിൽ ഈ വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കൃതിയിൽ വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, അത് ചിലരെയൊക്കെ സാങ്കല്പികമായ പേരുകളിൽ അവതരിപ്പിച്ചിരിക്കുന്നു, ചിലരെയൊക്കെ നേരിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പം അറിയാം, നമുക്ക് ഈ പ്രധാനപ്പെട്ട ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന KK മാരാർ ആരാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് പരിചിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പിന്നെ സഖാവ് അഴീക്കോടൻ രാഘവൻ അതിനകത്ത് വരുന്നുണ്ട്. അത് വേറൊരു പേരിലാണെന്നേ ഉള്ളൂ. നവാബ് രാജേന്ദ്രൻ വരുന്നുണ്ട്. മധുമാഷ് എന്ന് പറഞ്ഞ് മധുമാഷ് KT മുഹമ്മദിനെ പോലെയുള്ള നാടക പ്രവർത്തകർ വരുന്നുണ്ട്. ഇളമരം കരീം വരുന്നുണ്ട്. KR റഹ്മാൻ, അദ്ദേഹം ഈ നമ്മുടെ ഗ്വാളിയർ റയോൺസിനെതിരെയുള്ള സമരത്തെ മുന്നിൽ നയിച്ചു നിന്ന 2-3 പേരിലൊരാളോ അദ്ദേഹം വരുന്നുണ്ട്. IV ശശി വരുന്നുണ്ട്. IV ശശി ചിത്രകാരനും ഒരേ സമയം ചിത്രകാരനും ചലച്ചിത്രകാരനും ഒക്കെ ആയിരുന്ന കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഭൂമികയിൽ വലിയൊരു സാന്നിധ്യമായിരുന്ന മനുഷ്യനായിരുന്നു. IV ശശി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരുപാട് വ്യക്തികളും സംഭവങ്ങളും എല്ലാം ഒരുമിച്ചിട്ടാണ് ഈ കൃതിയുടെ ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരു ഫാബ്രിക്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്, അത് ഇതിൻ്റെ പിന്നിലെ ഒരു അധ്വാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നമുക്ക് തൊട്ടറിയാവുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഇതിനൊരു ചരിത്രം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഐക്യകേരളത്തിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞാൽ 50കളിലാണല്ലോ. അത് മുതൽ ഏതാണ്ട് 90കൾ വരെയുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദവും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ പറഞ്ഞാൽ ഇത് ഒരുപാട് കടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. വെച്ചാൽ ഒരുപാട് സമയം എനിക്ക് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇനിയും ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. ചുരുക്കത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ നോവൽ. ഇങ്ങനെ ഒരു ദുരന്തം എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ഒരു പതിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഞാൻ ജീവിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ എവിടെയൊക്കെ അവിടെ വലിയ 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 വ്യവസായശാലകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എപ്പോഴും സംഭവിക്കാവുന്ന, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു ചരിത്രം മാത്രമല്ല, വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് എനിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇതിനകത്ത് പറയുവാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കൂട്ടുകെട്ടിൽ വരുന്നത്. വിനോദ് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ വരാനും 2 വാക്ക് സംസാരിക്കാനും ഇങ്ങനെ ഒത്തിരി പേരെ ഇവിടെ കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാറേ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, 3 ദിവസം മുന്നേ വിർജീനിയയിൽ ഒരു ലീക്ക് ഉണ്ടായി. ഒരു കമ്പനിയിൽ, ഒരു ഫാക്ടറിയിൽ ലീക്ക് ഉണ്ടായിട്ട് 2 പേര് മരിക്കുകയും 30-ലധികം ആളുകൾ ഹോസ്പിറ്റലാകുകയും ചെയ്തൊരു വാർത്ത 3 ദിവസം മുന്നെയാണ് വന്നത്. ആരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഈ നോവൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്, എങ്ങനെയാണ്, അത് ആക്സിഡൻ്റ് ആണോ, രാഷ്ട്രീയമാണോ, അതോ പരീക്ഷണങ്ങളാണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതിന് സന്തോഷം. ഇതുപോലെ തന്നെ ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിലും വിനോദിൻ്റെ മറ്റു വർക്കുകളെക്കുറിച്ചും ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിനോദിനോട് ഒരു സംഭാഷണത്തിനുള്ള അവസരമാണ്. അത് ആ അവസരം ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനുള്ള അവസരമാണ്. ഹലോ, ചോദിച്ചു, അൺമ്യൂട്ട് ചെയ്യൂ സാറേ, മ്യൂട്ടാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു പോയിട്രി ഇൻസ്റ്റലേഷൻ നടത്തുന്ന ഒരു വനിതയുണ്ട് കൺചിക്കിട്ടിലെ, എന്താ ഡാണ മയൂര, കേട്ടിട്ടുണ്ടോ?
ഡോണ മയൂര കേരളത്തിലൊക്കെ വന്ന് അവതരണം നടത്തിയിട്ടുള്ള സ്ത്രീയാ. ഡോണ ഡോണ എൻ്റെ മയൂര. നാട്ടുകാരിയും അടുത്ത സുഹൃത്തുമാണ്. എന്തോ? എൻ്റെ നാട്ടുകാരിയാണ്, വളരെ അടുത്ത വാ സുഹൃത്തുമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും വാ താങ്ക് യു. എല്ലാ ദിവസവും സംസാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. എൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ്, തൊട്ടടുത്ത നാട്ടുകാരിയാണ്. കാരയറ്റ്. ഞാൻ ചിറയൻകീഴ്, പുള്ളിക്കാരി കാരയറ്റ്. ഹലോ ഹലോ കേൾക്കാം സാറേ, പറഞ്ഞു. കേൾക്കാമല്ലേ? ഈ ലീഗ് 86 ആണ് ചർച്ചയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. കെ ജോൺസണോട് ചോദിച്ചു. അദ്ദേഹമാണ് ഈ പുസ്തകങ്ങളുടെ ഒരു സോഴ്സ്. കയ്യിലില്ല എന്ന് പറഞ്ഞു, പക്ഷെ വരുത്താം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഈ പുസ്തകങ്ങൾ വന്നെത്തി. ഞാനത് വായിച്ചു. എനിക്ക് പേര് കേട്ടപ്പോൾ ആദ്യം ഒരു അത്ഭുതമാണ് തോന്നുന്നത്. എന്താണ് ഈ ലീഗ് 86 എന്നൊക്കെ പറയുന്നത്? പക്ഷെ വായിച്ചപ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലാകുക. ഇനി ഞാൻ വായിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ഒരു ദാർശനികനെ പോലെയാണ് നോവലിസ്റ്റ് ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്ന പലയിടത്തും. അദ്ദേഹത്തിൻ്റെ ചില പ്രവചനങ്ങളുണ്ട്. ഓരോ സംഭവത്തിൻ്റെയും ശേഷം ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അത്തരം ചില പ്രസ്താവനകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സമാനതകൾ ഒന്നുമില്ലാത്ത രണ്ടുപേര് തമ്മിലൊരു സ്നേഹബന്ധത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന അവസാനം എങ്ങനെയാണ്? മനുഷ്യന്റെ പ്രത്യയശാസ്ത്രം സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. ദീർഘമായ സ്നേഹബന്ധത്തിന് ശേഷം ആ ഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് വേറൊരിടത്ത് അദ്ദേഹം പറയുന്നു, ഓരോ മനുഷ്യരും തളരുമ്പോൾ നിവർന്നു നിൽക്കാൻ ഇങ്ങനെ ഓരോ ഊന്നുവടികളുണ്ടാകും. ചിലർക്ക് കലയാകും, ചിലർക്ക് പൊതുപ്രവർത്തനം, മറ്റു ചിലർക്ക് മറവി. ആ മറവിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയത്. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. കുട്ടികളാണ് അയൽക്കാരെ തമ്മിൽ ഒട്ടിപ്പിക്കുന്ന സാമൂഹ്യ പശ. കുടുംബങ്ങളെ തമ്മിൽ ഒട്ടിപ്പിക്കുന്ന പശയും അവർ തന്നെ. ഒരു വീട്ടിലെ മനുഷ്യരെ തമ്മിൽ ഒട്ടിപ്പിക്കുന്ന പശയാണ് കുട്ടികൾ. മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മരണം. വേറൊരിടത്ത് പറയുന്നു, പുറം തോട് പൊളിച്ചു നോക്കിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒറ്റയ്ക്കല്ലേ. പിന്നെ വേറെടുത്ത് രസകരമായ ഒരു പ്രയോഗമുണ്ട്. മരണത്തിൻ്റെ തിരക്കഥ മനുഷ്യർക്ക് രചിക്കാനാവില്ല, അത് ദൈവം തിരുത്തും. പിന്നെ പോപ്പിൻ്റെ കാര്യം പലരും പറഞ്ഞു കഴിഞ്ഞിവിടെ. മുതലാളിത്തം പോപ്പിൻ്റെ രൂപത്തിലും വന്നെത്തും എന്ന് വളരെ സരസമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ട്. ഇനി കഥാകാരൻ തന്നെ, വിനോദ് തന്നെ അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്. അതിൽ ഈ നോവൽ മുഴുവനുണ്ട്. ഇരുട്ടുവീണ ഇടങ്ങളിൽ തലയ്ക്ക് തീ പിടിച്ചിട്ടാണെങ്കിലും വെളിച്ചമുണ്ടാകട്ടെ എന്ന്. എത്രയോ ഉഗ്രമായിരിക്കുന്ന പ്രയോഗം. ഇരുട്ടുവീണ ഇടങ്ങളിൽ തലയ്ക്ക് തീ പിടിച്ചിട്ടാണെങ്കിലും വെളിച്ചം ഉണ്ടാകട്ടെ. എത്ര കണ്ട് ത്യാഗം സഹിച്ചാലും കൊള്ളാം, അനീതിക്കെതിരെ, അന്ധതയ്ക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ട്. അത് ഈ നോവലിൽ ഒന്നടങ്കമുണ്ട്. ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഒന്ന് ഒരു പയ്യോളി ദിനേശനാണ്. സഖാവാണ്. പ്രായമായ തളർന്ന സഖാക്കൾക്കൊക്കെ സഹായിയായി ചെല്ലുന്ന ആളാണ്. തികച്ചും വിപ്ലവ സ്വഭാവമുള്ള ആളാണ്. പക്ഷേ വാതകം അയാളിൽ വരുത്തിവെച്ച മാറ്റം തികച്ചും വേദനാജനകമാണ്. അവസാനം ചെന്നെത്തുന്നത് ജീവനോടെ ഉള്ള ഒരു ശവത്തെ, എന്ന് പറഞ്ഞാൽ തികച്ചും മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അത്തരം ഒരു ശവത്തെ ബലാത്സംഗം ചെയ്യുന്നതായിട്ടാണ്. അത്ര കണ്ട് അധപ്പതിക്കുന്ന രീതിയിലേക്ക് മനുഷ്യ സ്വഭാവത്തെ പോലെ മാറ്റാൻ വാതകത്തിന് കഴിഞ്ഞു എന്ന് സമർത്ഥിക്കുകയാണ് അദ്ദേഹം. പിന്നൊരു കഥാപാത്രമുണ്ട്, തരകൻ. ജീവിതം തന്നെ ലാഭത്തിനു വേണ്ടി, ഭാര്യയായാൽ പോലും ലാഭത്തിനു വേണ്ടി
എന്നുള്ള മനുഷ്യനിൽ വരുത്തിയ പരിവർത്തനം തികച്ചും അത്ഭുതകരമാണ്. വേറൊരു കഥാപാത്രമുണ്ട്. പോപ്പിനെ കണ്ട ശേഷം വന്ന് പുരപ്പുറത്ത് കയറി നിന്ന് വേദം പ്രഖ്യാപിക്കുന്നയാള്. ഇങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ ഇതിൽ രസകരമായിട്ടുണ്ട്. ഒരു കാര്യം ഈയിടെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇതിലെ ഒരു സഖാവ് ശരീരം തളർന്നപ്പോൾ പാർട്ടി ഓഫീസിലെ കിടപ്പ് നിർത്തി സ്വന്തം വീട്ടിലേക്ക് പോന്നു. പക്ഷെ ഒരു നിർദ്ദേശം കൊടുത്തു. പാർട്ടി ഓഫീസിൽ അയാളിരുന്ന ബെഞ്ചിന് താഴെ സൂക്ഷിച്ചിരിക്കുന്ന 7 ചെരുപ്പുകൾ ഒന്നുപോലും കുറയാതെ എടുത്ത് വീട്ടിൽ അയാൾ കിടക്കുന്ന കട്ടിലിനടിയിൽ സൂക്ഷിക്കണം എന്ന്. ഈ 7 ചെരുപ്പുകൾ വാതകം ലീക്ക് ചെയ്തപ്പോൾ മരിച്ച സഖാക്കളാണ്. ആ ചെരുപ്പുകളാണ് അയാളെ ജീവിപ്പിക്കുക. തിരിശേഷിപ്പ് പോലെ ആ ചെരുപ്പുകൾ അദ്ദേഹം സൂക്ഷിക്കുന്നു. ഇത് കണ്ടപ്പോൾ വായിച്ചപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മയിൽ വന്നു. ഇറാനിൽ നിന്ന് ഒത്തുതീർപ്പ് സംഭാഷണത്തിന് വേണ്ടി അവിടുത്തെ നേതാക്കൾ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ പ്ലെയിനിൻ്റെ ആദ്യത്തെ സീറ്റുകളിൽ ബോംബിട്ട് കൊല്ലപ്പെട്ട 165 കുട്ടികളുടെ ബാഗും രക്തത്തിൽ പുരണ്ട അവരുടെ ചെരുപ്പും അവരുടെ അവശിഷ്ടങ്ങളും ഒരു തിരിശേഷിപ്പ് പോലെ ആദ്യത്തെ സീറ്റിൽ അണിനിരത്തിക്കൊണ്ടാണ് ആ ആളുകൾ വിമാനത്തിൽ പാകിസ്ഥാനിലേക്ക് പോയത്. ഇങ്ങനത്തെ ആനുകാലിക സംഭവങ്ങളെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഈ നോവലിന് കഴിയുന്നുണ്ട്. ഈ നോവലിനെ പറ്റി വളരെ ഭംഗിയായിട്ട് അഭിലാഷും ഉണ്ണികൃഷ്ണനും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലാനായിക്കും കൂടി അവകാശവാദമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് വിനോദും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പണിപ്പുരയിൽ ഉരുപ്പടി കൊടുക്കാൻ ഞങ്ങളുടെ പ്രസിഡന്റ് സാമുവൽ യോഹന്നാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിനെയും കൂടി പങ്കിതിലുണ്ട്. അതുകൊണ്ട് ലീഗ് 86 ഞങ്ങളുടേതും കൂടിയാണ്. നന്ദി. താങ്ക് യു സാറേ. സാറ് വായിച്ചു. അതിൻ്റെ ആഴം ഒട്ടും കളയാതെ തന്നെ സാറത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വിനോദ്, ഒരു ചോദ്യം എനിക്കുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുകയുണ്ടായി. കുട്ടികളാണ്, മാത്യു സാറും അത് പറയുകയുണ്ടായി, കുട്ടികളാണ് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത്. ഈ നോവലിൽ മരിച്ചു പോയ ആളുകളുടെ ജീവിതത്തിൽ കുട്ടികളെക്കുറിച്ച് പറയുന്നില്ല. അതിനകത്ത് പക്ഷി മരിക്കുന്ന പറയുന്നുണ്ട്, തത്ത മരിച്ചു പോകുന്നു പറയുന്നുണ്ട്, പട്ടി ഈ ശ്വാസം മുട്ടി മരിക്കുന്ന പറയുന്നുണ്ട്, അനേകം ആളുകൾ മരിക്കുന്ന പറയുന്നുണ്ട്. ഈ കുട്ടികൾ, അവരുടെ കുടുംബത്തിലെ കുട്ടികളെ ഒന്നും പരാമർശിച്ച് കണ്ടില്ല അതിൽ. അത് ബോധപൂർവം ഒഴിവാക്കിയതാണോ, അതോ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ഭീകരത വരണ്ട എന്ന് മനസ്സ് വിചാരിച്ചതാണോ? ഹലോ വിനോദ്. കേൾക്കാവോ? വിനോദ് കേൾക്കുന്നു? വിനോദ് അൺമ്യൂട്ട്. കേൾക്കാം. എനിക്ക് കേൾക്കാം. കേൾക്കാം. ഓക്കെ. ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നു വിനോദ്? കേട്ടായിരുന്നു. ഇതില് പക്ഷി മൃഗാദികൾ വാതകത്തിന്റെ ഇരകളായി ഒന്നുണ്ട്, സ്ത്രീകള്, അതുപോലെ പുരുഷന്മാര്. പക്ഷെ കുട്ടികളുടെ മരണമായതിന്റെ വാതകം ഒരു കുട്ടിയെ കൊല്ലുന്നതായിട്ട് എഴുതിയിട്ടില്ല എന്നല്ലേ സമീപിച്ചേട്ടൻ? അതെ, അത് തന്നെ. അത് എഴുതാൻ മാത്രമുള്ള ഒരു എന്താ പറയാ ശക്തി ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികളുടെ മരണം എഴുതാന്ന് പറഞ്ഞാൽ അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. ഇതില് പ്രത്യേകിച്ചും ചില ആളുകളുടെ, മുതിർന്ന ആളുകളെ കുറിച്ച് എഴുതിയപ്പോൾ പോലും അങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പൊ അത് കാരണം അവരെ കുറിച്ച് അവരുടെ കൊല്ലുന്ന രീതിയെ വിവരിക്കാതെ പോയത് അതുകൊണ്ടാണ്. പല മനുഷ്യരെയും കൊല്ലുന്ന രീതി വിവരിക്കാൻ ഒന്നോ രണ്ടോ വരെ, ചില ആളുകളെ എങ്ങനെയാണ് കൊന്നതെന്ന് പോലും അതിലങ്ങനെ പറയുന്നില്ല. അപ്പോൾ മാത്രമല്ല, ഇതിൽ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. അത് കുട്ടികൾ വരുന്നത് കുട്ടികളുടെ ആബ്സെൻസിലാണ്. ഇപ്പോ 2 സ്ത്രീ കഥാപാത്രങ്ങൾക്കും കുട്ടികളില്ല, അല്ലെങ്കിൽ 3 സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കുട്ടികളില്ല ഇതിൽ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ അത് വായിച്ചെടുക്കാം. വാതകത്തിൽ പോയതാണോ, അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ വായിക്കാം. ചില ആളുകളുടെ പറയുമ്പോൾ
പിന്നെയുള്ള ഒരു കുട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മാനസിക അസ്വസ്ഥതയുള്ള കേൾക്കാവോ? കേൾക്കാം. മാനസിക അസ്വസ്ഥതയുള്ളൊരു കുട്ടിയായിട്ടാണ്. പിന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശവം പോലെ കിടക്കുന്ന ഒരു സ്ത്രീയെ മോശമായി പെരുമാറാൻ പോകുന്ന വീട്ടിലെ ഒരു കുട്ടിയാണ്. ആ കുട്ടിയും ഒരു തളർന്ന പട്ടിയുടെ അടുത്ത് വളരെ നിശബ്ദനായി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. അതൊക്കെ ഈ വാതകത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഈ കുട്ടികളെ കൊല്ലുന്ന അതിദാരുണമായ ഒരു സംഗതി എഴുതാൻ പറ്റാതെ പോയത് എൻ്റെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഈ ഒരു ദൗർബല്യം കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ആ കുട്ടികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമില്ലായ്മ ചിത്രീകരിച്ചത് അവരുടെ മരണവുമായിട്ട് നേരിട്ട് അവർ ഏറ്റുമുട്ടിയപ്പോൾ ഇല്ലാതായ കുട്ടികളെ അവതരിപ്പിക്കാതിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അത് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, അതങ്ങനെ എഴുതിയപ്പോൾ അതങ്ങനെ മനസ്സ് തന്നെ ഡിലീറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അതാണ് അത് അങ്ങനെ വരാതിരുന്നത്. ഒരുപക്ഷെ അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചില ഞാൻ ഓർത്തത് അങ്ങനെ കുട്ടികൾ നഷ്ടപ്പെട്ട കുറെ അമ്മമാരെ എനിക്ക് ഡയറക്റ്റ് അറിയാം. അവർ പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് പഴയതുപോലെ ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിട്ടിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു ഡിസ്റ്റന്റ് കസിൻ തന്നെ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാനിരിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരാൾ, ഒരു വായനക്കാരി അത് വായിക്കുമ്പോൾ അവർക്ക് അവരുടെ ദുഃഖത്തെ റീകോൾ ചെയ്യുന്നൊരു അവസ്ഥ വന്നാൽ അത് ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് ഞാൻ ഒരു എന്റർടൈൻമെന്റ് കൂടിയാണല്ലോ വായന എന്ന് പറയുന്നത്. അപ്പൊ ഒരു മുറിപ്പെടുത്തുന്ന ഒരു സംഗതി അതിൽ ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ പലപ്പോഴും അത് എഴുതാൻ മുതിർന്നിട്ട് അത് വിട്ടുകളഞ്ഞത്. വിനോദ് ക്യാമറയും വന്നിന് നല്ലതായിരുന്നു. ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിവേ, അഭിലാഷ്, ഞാന് ഇത് ക്യാമറ ഓഫ് ചെയ്ത് ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഈ ആദ്യമേ തന്നെ വിനോദ് കൃഷ്ണയുടെ ഈ നോവൽ ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം സമ്മതിക്കുന്നു. പക്ഷെ ഈ മീറ്റിംഗിന് വന്നിരുന്ന് ആ നോവലിനെ കുറിച്ച് കേട്ടപ്പോഴ് ഒരു വാതക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തില് ഇത്രയും ഹൃദയസ്പർശിയായിട്ടൊരു നോവല് വിനോദ് കൃഷ്ണയ്ക്ക് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. സാഹചര്യം എന്ത് തന്നെയായാലും മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഏറ്റവും മനോഹരമായി ചെയ്തു എന്ന് തന്നെ ഇവിടെ സമ്മതിക്കണം. പിന്നെ ഇതിനെക്കുറിച്ച് അഭിലാഷ് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അതിമനോഹരമായിരിക്കുന്നു. വളരെ ഇത് വായിക്കേണ്ട ഒരു നോവലാണ് എന്നെനിക്ക് തോന്നി. ഞാനിപ്പോ ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഗൂഗിളിൽ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയ സമയത്ത് അനേകരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ അത് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല ഒരു നോവല് വായിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു നിരാശയുണ്ട്. അത് പരിഹരിക്കുന്നതിന് എത്രയും വേഗം ഈ നോവല് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ മംഗളങ്ങളും നേരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ചെറിയാൻ സാറേ. ഞാൻ ഈ മാത്യു സാറ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായി. ആ ദർശനങ്ങൾ, എല്ലാ ചാപ്റ്ററും അവസാനിക്കുന്നത് ഓരോ ദർശനങ്ങൾ കൂടിയാണ്. സദ്ദർശനം എന്ന് പറയാമോ എന്ന് അറിഞ്ഞുകൂടാ. എന്താ വെച്ചാൽ സദ്ദർശനം എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടേതായ ദർശനങ്ങൾ ഉണ്ടാവും. അത് അവർക്ക് സദ്ദർശനങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് മറ്റു പലതായിരിക്കാം. അപ്പോൾ എല്ലാ ചാപ്റ്ററുകളിലും അവസാനിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു 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 സെന്റൻസ് അല്ലെങ്കിൽ ഒരു വരി, അത് വളരെയധികം നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ്. മാത്യു സാറ് പറഞ്ഞ പോലെ, മാത്യു സാറ് നേരത്തെ എഴുതി വെച്ച പോലെ തന്നെ ഞാനും കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് വരികൾ ഇഷ്ടപ്പെട്ടത് ഞാനൊന്ന് വായിക്കാം. ചിലതയിൽ ആദ്യത്തെ ചാപ്റ്ററിൽ സ്വാമിക്കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്ഥായിയായ സങ്കടങ്ങളുടെ സ്മാരകമാണ് മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് വിനോദ്. പിന്നീട് പറയുന്നുണ്ട്, ശീലമായാൽ ആളുകൾക്ക് നരകവും സ്വർഗമാണ്.
പൊരുത്തപ്പെട്ടാൽ എല്ലാ അക്രമവും ക്രമമായി തീരുന്നതാണ് ലോകത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നുണ്ട് വിനോദ്. അത് എത്ര മനോഹരമായിട്ടാണ് വിനോദ് എഴുതിക്കുന്നത്. അതായത് പിന്നെ പിന്നെ പറയുന്നുണ്ട് ഒരു വേള വെളിച്ചമേറിയാൽ ഇരുളും, അതെ ഒരു പിന്നെ വേള പറയുന്നുണ്ട് പഴക്കമേറിയാളാ കേട്ടോ. അതെ പിന്നെ പറയുന്നുണ്ട് എന്ത് മോട്ടിവേഷണൽ ആണത്. ആഗ്രഹങ്ങൾ സാധിക്കുന്നത് മാത്രമല്ല, ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുന്നതിനെയും ആളുകൾ ജീവിതം എന്ന് വിളിക്കുന്നു. എത്ര 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 മോട്ടിവേഷണൽ ആയ ഒരു കോട്ടാണ് അത്. പിന്നെ ജീവിതത്തിന്റെ നിരർത്ഥകതയെ പറ്റി പറയുന്ന വേറൊരു വാചകം, ജീവിതം പുകയുന്ന ഒരു ബീഡിയാണ്, ചിലത് പകുതിക്ക് വെച്ച് കെട്ടുപോകും. പിന്നെ അതിമനോഹരമായ ഒരു കാര്യം, കൂടുതൽ കാലം ജീവിക്കാൻ ഒന്നുകിൽ ഭ്രാന്ത് വേണം അല്ലെങ്കിൽ മറവി വേണം എന്ന് ലീലേച്ചി പറയുന്നുണ്ട് അതിൽ. അതും വളരെ മനോഹരമാണ്. ഒന്നുകിൽ ഭ്രാന്ത് വേണം അല്ലെങ്കിൽ മറവി വേണം. മറവിയില്ലാത്തൊരു മനുഷ്യന് എത്ര കാലം ജീവിക്കാൻ പറ്റും ചിന്തകളുടെ ഭാരം കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുന്ന അതിമനോഹരമായ ഒരു വേർഡ് ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് പറയാമോ എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ 2 തോക്കുകൾ ഉണ്ടായിരിക്കണം. ഒന്ന് വർഗശത്രുവിന് നേരെ വെടിവെക്കാനുള്ളതും രണ്ടാമത്തേത് വഴിവിഴച്ചു പോകുന്ന സ്വന്തം പാർട്ടിക്കെതിരെ പ്രയോഗിക്കാനുള്ളതും എന്ന് മനോഹരമായിട്ടാണ് വിനോദ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന അതുമായി വളരെയധികം താതാത്മ്യം പ്രാപിച്ചു കൊണ്ടുപോകുന്ന 2 വരികളാണ് അത്. ഒന്ന് വർഗശത്രുവിനെതിരെ പ്രയോഗിക്കാനുള്ളതും രണ്ടാമത് സ്വന്തം വഴിപിഴയ്ക്കുന്ന സ്വന്തം നേതൃത്വത്തിനെതിരെ ചൂണ്ടാനുള്ള തോക്കുമായിരിക്കണമെന്ന്. ഇങ്ങനത്തെ ഒരുപാട് വിനോദിന്റെ ദർശനങ്ങൾ എല്ലാ ചാപ്റ്ററുകളിലും വിനോദ് അവതരിപ്പിക്കുന്നുണ്ട്. അതിമനോഹരമായി പ്രസ്താവനകൾ. താങ്ക് യു വിനോദ് ഫോർ ദാറ്റ്. വിനോദം മ്യൂട്ടാണേ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുക. ജോൺസൺ വീഡിയോ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് കറണ്ട് പോയതാ. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മാർപ്പാപ്പയുടെ സന്ദർശനത്തിനെ പറ്റി വിനോദ് പറഞ്ഞിരുന്നു. അതായത് 86 ഞാൻ ആ സമയത്തൊക്കെ അവിടെ ഉണ്ട്. ഞാൻ കളമശ്ശേരിയിൽ മാർപ്പാപ്പയുടെ കുർബാനയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പം കാര്യമായ ഡോക്യുമെൻറ്റേഷനൊന്നും ഇല്ല എന്ന് വിനോദ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. പക്ഷേ മാർപ്പാപ്പയുടെ സന്ദർശനത്തെ പറ്റി ഇപ്പോൾ കേരളത്തിലെ 3 കത്തോലിക്ക റീത്തുകളാണ് ഉള്ളത്. 3 റീത്തിലും പെട്ട സഭ ആസ്ഥാനങ്ങളിൽ അതിൻ്റെതായ പ്രമാണങ്ങളും ഡോക്യുമെൻസും ഒക്കെ ഉണ്ട്. അത് നോക്കിയിരുന്നോ അതോ വിനോദിന് അത് കിട്ടിയില്ല? ഇങ്ങനെ അതിനൊരു ആൻസർ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വിനോദ് ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ഞാൻ POC പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ അട്ടയ്ക്കുകയും അത്തരം പിന്നെ ആ കാലത്തുണ്ടായിരുന്ന പ്രസിദ്ധീകരണങ്ങൾ മുഴുവൻ എനിക്ക് കഴിയാവുന്നതൊക്കെ പലരും സംഘടിപ്പിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അധികം അത്തരത്തിലുള്ള ഇതൊക്കെ ഓരോരുത്തർ പെർസ്പെക്റ്റീവാണ് ശരിക്കും അതിൽ വന്നിട്ടുള്ളത്. അല്ലാതെ അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള സംഗതി ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ സാർ ഇപ്പോൾ കളമശ്ശേരിയിൽ വന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ കളമശ്ശേരിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പാപ്പ വന്ന സ്ഥലം ഒന്ന് കാണാം. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഇൻഡ്യൂഷൻ കിട്ടും എന്നുള്ള ഒരു ദുരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ അവിടുന്ന് ഒരു നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ അന്ന് ചെറുപ്പക്കാരനായിരുന്ന ഒരാള്, ഒരു ജോൺസൺ ചേട്ടൻ, പുള്ളി പറഞ്ഞു ആ സ്ഥലം ഇപ്പോ പാപ്പ കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ അന്ന് മാർപ്പാപ്പ വന്ന് അവിടെ സ്റ്റേജ് കെട്ടിയ ആ സ്ഥലത്തെ അന്നത്തെ നാട്ടുകാരിട്ട പേരാണ് ഈ പാപ്പാക്കുന്ന്. ഇത് സത്യത്തിൽ ഒരു പ്രാദേശിക ഒരു സോഷ്യൽ മെമ്മറി അതിൽ മാത്രമേ ഇതുള്ളൂ. ഇത് സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പെടുത്തേണ്ടിയിരുന്നത്. അപ്പൊ ആ സ്ഥലത്തെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പിന്നെ രണ്ടാമത് വിഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹം പോയ സമയത്ത്, അതുപോലെ കോട്ടയത്ത് പോയ സമയത്ത് അവിടെ സ്റ്റാമ്പേഡ് നടന്നിട്ടുണ്ട്. 2-3 പേര് അന്ന് പുലർക്കാലങ്ങളിലൊക്കെ വന്ന് അവിടെ തമ്പടിച്ച്, തലേന്ന് വന്ന് തമ്പടിച്ച് രാത്രി തമ്പടിച്ചിട്ട് രാവിലെ പ്രഭാത കർമ്മങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ വേണ്ടി ആ ഒരു പ്രഭാതത്തിന്റെ ഇരുട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത്
ഈ പൊട്ടക്കിണറുകളിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന അദ്ദേഹം അന്ന് ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ അവരുടെ നിത്യശാന്തി നേരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അതൊക്കെ വളരെ പോയിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടാഗോറിന്റെ കവിത ചൊല്ലിയതുപോലെ തന്നെ അദ്ദേഹം ഈ ഇൻസിഡന്റിന് ശേഷം ചെയ്ത പ്രസംഗങ്ങളിൽ പ്രാർത്ഥനകളിലൊക്കെ ആ മനുഷ്യരെ കുറിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇപ്പൊ നമ്മൾ വളരെ അക്കാദമിക് ആയിട്ട് ഇദ്ദേഹം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു, അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു, അങ്ങനെ വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള, എന്നാൽ മനുഷ്യപ്പറ്റോട് കൂടിയിട്ടൊന്നും അല്ല, അങ്ങനത്തെ ഒരു ടൂൾ വെച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഡിറ്റോറിയൽ പോലും ഇപ്പൊ ദീപികയിൽ വന്ന എഡിറ്റോറിയൽ അല്ല മലയാള മനോരമയിൽ വന്ന എഡിറ്റോറിയൽ അദ്ദേഹത്തിന്റെ കോട്ട് വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ അത് ആ ലേഖകന്റെ കോട്ടാണ്. ദീപികയിൽ വന്നത് ദീപികന്റെ ലേഖകന്റെ കോട്ടാണ്. അതുപോലെ മാതൃഭൂമിയിൽ വന്നത് മാതൃഭൂമിയുടെ പത്രത്തിന്റെ സ്വഭാവം, അന്നത്തെ ഒരു പത്രത്തിന്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതല്ല ശരിക്കും ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരു അദ്ദേഹം അവിടെ വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ ഒരു റിപ്പോർട്ട് പോലെ, അല്ലെങ്കിൽ ഓരോരുത്തർ പെർസ്പെക്റ്റീവിൽ അവതരിപ്പിച്ച ഡോക്യുമെന്റ്സേ ഇവർക്ക് കയ്യിലുള്ളൂ. ഇപ്പോ പല സഭകളുടെ സംഭവം എടുത്തു നോക്കിയാൽ തന്നെ അത് വിസിബിൾ ആണ്. ഇപ്പൊ ഇവിടെ ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പത്രപ്രവർത്തകനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം അന്ന് പാപ്പയുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത്, ഈ നമ്മൾ പത്രങ്ങളിൽ കാണുന്ന ഒരാളല്ല ഈ ജോൺ പോൾ രണ്ടാമൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ ഒരു ജ്ഞാനത്തെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം അതിനോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആ ആൾക്ക് കൊടുത്തൊരു കപ്പുണ്ട്. ആ കപ്പ് കൊടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വളരെ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യങ്ങൾ, അദ്ദേഹം അത് എഴുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല വിശദമായിട്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മറ്റേ ഇവിടെ ഈ റോമില് ഒരു 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 ഭരണ വ്യവസ്ഥയുടെ ഒരാളായിട്ടാണല്ലോ അദ്ദേഹം ഇവിടെ വന്നത്. ഒരു പോപ്പ് മാത്രമായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു തലവൻ വരുമ്പോ കൊടുക്കേണ്ട ഒരു പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹത്തിന് അന്ന് ഇവിടെ കൊടുത്തിരുന്നത്. അത്തരത്തിലുള്ള സ്വീകരണവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് പുള്ളിയോട് പറഞ്ഞായിട്ട് വരുന്നത്. കാരണം പുള്ളി അതിരൂപതയിൽ പുള്ളി രാത്രി കഴിഞ്ഞ സമയത്ത് പോലും ഇദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങി നടക്കണമെന്നും ഇവിടെയുള്ള ആളുകളെ കാണണമെന്നും തീരദേശത്തെ ആളുകളോടുമായി സംവദിക്കണം എന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില പ്രോട്ടോകോളുകൾ, അധികാരത്തിന് ചില വ്യവസ്ഥകൾ അത് സമ്മതിച്ചില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ ഇല്ല. അപ്പൊ ഒരു ഫിക്ഷൻ റൈറ്ററെ സംബന്ധിച്ച്, ഒരു ചരിത്ര കുതികയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ. കാരണം ഇവർ പറയുന്ന ഓരോ ഡയലോഗ് പോലും ഹിസ്റ്ററിയാണ്. കാരണം അത്തരം കാര്യങ്ങളാണ് അവർ അഡ്രസ് ചെയ്യുന്നത്. പുള്ളി ഇവിടെ വന്ന് ചെയ്ത പ്രസംഗം 32 മിനിറ്റ് ആണ് എന്നാണ് മനോരമയിൽ എഴുതിയിട്ടുള്ളത്. അത് 50 മിനിറ്റ് ആണെന്ന് ദീപിക പറയുന്നു. അപ്പൊ അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അപ്പൊ അതിൽ കുറഞ്ഞ ആ സമയം മുഴുവൻ അദ്ദേഹം എന്ത് സംസാരിച്ചു എന്നുള്ളത് ഇവരാരും പറയുന്നുമില്ല. അപ്പൊ അത് വളരെ പ്രധാനമാണ്. അത് PUCന്റെ അവിടുന്ന് കിട്ടിയ ആ ഡോക്യുമെന്റ്സിലൊന്നും അതില്ല. ശരിക്കും ആ വിവർത്തനം ശരിക്കും അതേപോലെ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഇത് എഴുതുന്ന സമയത്ത് ശരിക്കും റോമിലേക്ക് ഒരു മെയിൽ അയച്ചാൽ മതിയായിരുന്നു. ഇന്ന് 1986 ജോൺ പോൾ രണ്ടാമൻ വന്ന സമയത്ത് ഇവിടെ ചെയ്തിട്ടുള്ള പ്രസംഗത്തിന്റെ കോപ്പി ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവുമെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് അവർ തരുകയും ചെയ്യും. പക്ഷെ അത്തരത്തിലുള്ള ഒരു അബദ്ധം എനിക്ക് ഇതിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗം അതേപോലെ ഒരു ചാപ്റ്ററിൽ കൊണ്ടുവരാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. കാരണം അത്രയും മനോഹരമായിട്ട് മനുഷ്യരാശിയുടെ എന്താ പറയാ മുന്നോട്ടുള്ള പോക്കിനെ ഈസി ആക്കുന്ന രീതിയിലുള്ള, എക്കാലത്തും നമുക്ക് എടുത്ത് പ്രയോഗിക്കാവുന്ന മനുഷ്യപ്പറ്റുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. ഒരു വലിയ ടീമായിരിക്കും ഒരു പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കോട് കൂടിയിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് എന്ന് ഒരു പത്രം പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം അത് ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ പ്രസംഗം 55 മിനിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രസംഗത്തിന്റെ ഒരു 10 മിനിറ്റ് പോലും ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ, അതേപോലെ വെക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ ഈ എഴുത്തിന്റെ സമയത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇനി എൻ്റെ പരിധിയിൽ പെടാത്ത മനുഷ്യരുടെ, എനിക്ക് ആക്സസ് ഇല്ലാത്ത മനുഷ്യരുടെ
കയ്യിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഒരു സംഭവം ഈ നോവൽ വന്നതിന് ശേഷം അത് ഷാജി ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഇത് വായിച്ചിട്ട് കെ കരുണാകരനും ഒത്തു മാർപ്പാപ്പ നിൽക്കുന്ന ഒരു പടം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന് ഈ ലീക്കിന്റെ ഒരു ആസ്വാദനം എഴുതിയതിന്റെ താഴെ കമന്റിൽ വന്നിട്ട് ഈ മാർപ്പാപ്പയെ 3 ഇടങ്ങളിലും കാണാൻ പോയ ഒരാൾ മാർപ്പാപ്പയുടെ സ്റ്റേജിന്റെ സ്കെച്ചാണ്. അതായത് തിരുവനന്തപുരത്തുള്ള സ്റ്റേജിന്റെ സ്കെച്ച്, അതുപോലെ തൃശ്ശൂർ ഉള്ള സ്റ്റേജിന്റെ സ്കെച്ച്, അതിൽ ആ സ്റ്റേജ് കെട്ടിയിട്ടുള്ള രീതി, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് അതിട്ട്. അപ്പൊ അദ്ദേഹം അന്ന് ഈ പോപ്പ് വന്ന സമയത്ത് ഏതോ പള്ളിയുടെ ഭാഗമായിട്ടുള്ള വോളണ്ടിയർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം അത് ഒരു വലിയ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമുള്ള ഒരു രേഖയായിട്ട് ആ കടലാസ് ഇപ്പോഴും സൂക്ഷിക്കുക. അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന് 20 വയസ്സുള്ള ഒരാൾക്ക് ഇന്നിപ്പോ 2026 എത്ര വയസ്സുണ്ട് നമുക്ക് കണക്കൂട്ടിയാൽ അദ്ദേഹം അത് തന്റെ പെട്ടിയിൽ നിന്ന്, തന്റെ ശേഖരത്തിൽ നിന്ന് എടുത്തിട്ട് ഈ ഫേസ്ബുക്കിൽ കൊണ്ടിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആളാന്ന് തോന്നി. അങ്ങനെ ഉള്ള നൈതികതയുള്ള മനുഷ്യരാണ് ഈ സോഷ്യൽ മെമ്മറിയെ, നമ്മുടെ ഹിസ്റ്ററിയെ ചുരുങ്ങിയ പക്ഷം ഇന്ത്യയിലെങ്കിലും നിലനിർത്തുന്നത്. അത് ശരിക്കും സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്, അത് സഭ ചെയ്യേണ്ടതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരാൾ വന്നു, അദ്ദേഹം ഇവിടെ ഇത്രയും ദിവസം നിന്നു, അദ്ദേഹം ഈ എന്താണ് ഇവിടെ ചെയ്തത്, അദ്ദേഹത്തിന്റെ അതിനുശേഷമുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്, സൊസൈറ്റി എങ്ങനെയാണ് മാറിയത് എന്ന് വരും തലമുറക്ക് പഠിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? രാജൂരി സാർ പ്ലീസ്. ഷാജു ജോൺ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്, പക്ഷെ അദ്ദേഹം അതിന് ഭംഗിയായിട്ട് മറുപടി പറഞ്ഞു. എനിക്കൊരു സംശയം, മാഷിന് അത്രയും പോപ്പ് അദ്ദേഹത്തെ അത്രയും സ്വാധീനിച്ചെങ്കിൽ അദ്ദേഹത്തെ പറ്റിയൊരു പുതിയൊരു കഥ എഴുതുക. കാരണം ഈ നോവലിന്റെ മൊസൈക്കിൽ അദ്ദേഹം ഒരു കഷണം മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ വിസിറ്റിനെ പറ്റി അധികം ഭാരപ്പെടേണ്ട ആവശ്യം ഈ കോണ്ടെക്സ്റ്റിൽ ഇല്ല. പിന്നെ ഒരു നോവൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ ഒരു നോവലിന്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ അതിന് കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പുറത്തുള്ള മലയാളികളുടെ നാട്ടിൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ, പല്ലിയും പാമ്പും കയറുന്നത്, അവിടെ വെടിമരുന്ന് അപകടങ്ങള്, രാഷ്ട്രീയ കൊലപാതകം, എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്തത്, അദ്ദേഹം പറഞ്ഞ പോലെ ആ പ്ലേഗിന്റെ 47 പ്ലേഗിന്റെ ഇതാണ്. അത് കേരളത്തിന്റെ പരിതോവസ്ഥയെ ഒരു ബന്ധമില്ലാത്ത ഒരു സറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് സാരമില്ല. അന്ന് ചെർണോബിൽ ന്യൂക്ലിയർ അതാണ് നടക്കുന്നത്. അതുപോലെ 86 ഈ വെസ്റ്റ് ആഫ്രിക്കയിലെ കാമറൂൺ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വോൾക്കാനിക് ലേക്കിൽ നിന്ന് 16 ലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പൊങ്ങിയിട്ട് 1700 മനുഷ്യരും 4000 കന്നുകാലികളും മരിച്ചത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. എങ്കിലും അങ്ങനെ ഒരു കഥ, സാങ്കല്പികമായ കഥ ഉണ്ടാക്കിയിട്ട് ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പരിതോവസ്ഥ നമ്മൾ തുറന്നു കാട്ടി, ജീവിച്ചിരുന്ന പല വ്യക്തികളുമായിട്ട് സാമ്യമുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ എനിക്ക് തോന്നുന്നത് ബുദ്ധി കൊണ്ട് എഴുതിയ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സംരംഭമാണ്. അപ്പൊ എൻ്റെ ഒരു ചോദ്യമുള്ളത്, നാട്ടിലെ ഈ നോവലിന്റെ ചരിത്രാഖ്യായിക എന്ന് വിളിക്കാവുന്ന ഈ പുസ്തകത്തിന്റെ ആസ്വാദകർ ഇതിനെ ഏതെങ്കിലും പുതിയ ഒരു ശ്രേണിയിൽ, ഒരു ലിറ്റററി ഷോൺട്രയിൽ പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കുറെ പറയുമല്ലോ, അതാണ് ഇതാണ് ആധുനികമല്ല, അതിനപ്പുറം പറയുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. താങ്ക് യു. ഇത് നോവൽ വന്നതിന് ശേഷമാണ് ഞാനും ഈ ഒരു കാര്യത്തെ കുറിച്ച് ബോധമുണ്ടായത്. ഇപ്പോ 2-3 പേര് 2 രീതിയിൽ അതൊരു പ്രത്യേക ജോണറിലുള്ള ഒരു നോവലാണ് ഇത് എന്ന് പറയണ്ടേ. എപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് അതിന് പറയുന്നതാണ് ഒരാൾ പറഞ്ഞത്. എന്തോ കേട്ടില്ല. ആ വാക്ക് കേട്ടില്ല. എപ്പോകാലിപ്റ്റിക് നമ്മുടെ റെവലേഷനിലെ അങ്ങനെ ഒരു ജോണർ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട മാസ് ആയിട്ടുള്ള ദുരന്തം, അപ്പൊ അത് പല രീതിയിലാവാം. ഇപ്പൊ നാച്ചുറൽ കലാമിറ്റി ആവാം, മാൻമെയ്ഡ് ട്രാജഡി ആവാം, അങ്ങനെ അത്തരത്തിലുള്ള ഈ
ഒരുപാട് മനുഷ്യരെ ഒന്നിച്ച് ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലിറ്ററേച്ചറിനെയാണ് ആ രീതിയിൽ പറയുന്നതെന്നാണ് അവരത് പറഞ്ഞത്. പിന്നെ ഈ ദുരന്ത സ്റ്റഡി, അതിന് വേറെന്തൊരു വാക്ക് വേറൊരാൾ പറഞ്ഞു, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് പല രീതിയിലാവാം. അത് മതത്തിന്റെ അണ്ടറിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ ഐഡിയോളജിക്ക് കീഴിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ എഴുതുന്നതിന് അത്തരത്തിലുള്ള ഒരു പ്രത്യേക ശാഖയിൽപ്പെട്ട നോവലുകളായിട്ട് പഠനം ഉണ്ട്, ലോകത്തുണ്ട് എന്നാണ് വേറൊരാൾ പറഞ്ഞത്. അത് ഡോക്ടർ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ് ആ രീതിയിൽ അത് എഴുതിയത്. അപ്പോൾ അത് എനിക്ക് വളരെ കൗതുകം ഉണ്ടാക്കി. അപ്പം ഇത് രണ്ടും നോക്കുമ്പോൾ ഈ ദുരന്തത്തെ എങ്ങനെയാണ് നമ്മൾ സാഹിത്യത്തിൽ വരുമ്പോൾ അത് പ്രത്യേക ശാഖയായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മലയാളത്തിൽ ലീക്ക് 86 എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ആണ് സത്യത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്നും അങ്ങനെ ഒരു ശ്രേണി ഉണ്ട് എന്നും ഇങ്ങനെയുള്ളൊരു ജോണറിലാണ് ഇത് വരിക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഇങ്ങനെ ഒരു നെറേറ്റീവിലേക്ക് വന്നതല്ല. സാറ് ചോദ്യം ചോദിച്ചത് നന്നായി. അപ്പൊ പറയാൻ സാധിക്കുമല്ലോ. അത് പക്ഷെ തീമാറ്റിക്കായ കാറ്റഗറൈസേഷൻ ആണ്. സമഗ്രമായിട്ടുള്ള ഒരു കഥാസൃഷ്ടി എന്ന രീതിയിൽ ഒരു ജോൺറെ, നമ്മൾ GENRE ജോൺറെ, ഫ്രഞ്ച് ജോൺറെ, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഉത്തരാധുനികം എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും പ്രത്യേക ഒരു പുതിയ പദത്തിന് ഇവര് ഇതിനെ ഉയർത്തുന്നുണ്ടോ എന്നാ ചോദിച്ചു. ചിലപ്പോ കാണും, നമുക്കറിയാൻ ആസ്വാദകരും. ഇതിപ്പോ നമ്മളിപ്പോ ക്രൈം ത്രില്ലർ, അതേപോലെ പൾപ്പ് ഫിക്ഷൻ അല്ലെങ്കിൽ ലിറ്റററി ഫിക്ഷൻ, ഇങ്ങനെ നമ്മൾ പല കാറ്റഗറൈസ് ചെയ്യാറുണ്ടല്ലോ. ത്രില്ലർ, അത് പല സയന്റിഫിക് ത്രില്ലർ, അങ്ങനെയൊക്കെ. അതേപോലെ ഇത് എപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ ആണ് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഡിസാസ്റ്റർ ഫിക്ഷൻ എന്ന് വേണമെങ്കിലും പറയാമോ? ഡിസാസ്റ്റർ ഫിക്ഷൻ നമ്മുടെ ബൈബിളിലെ റെവലേഷനിലെ അപ്പോകാലിപ്റ്റിക് അങ്ങനെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഒത്തിരി ഉണ്ട് നോവലുകൾ. ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞത് ഡിസാസ്റ്റർ അങ്ങനെയല്ലേ സാറേ പറഞ്ഞത്? ഡിസാസ്റ്റർ ഫിക്ഷൻ ആണ് ഡിസാസ്റ്റർ ഫിക്ഷൻ. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, വിനോദ്, സോറി, നമ്മൾ ഈ വിനോദ് പറഞ്ഞു കാഫ്കയും ആൽബർട്ട് കമും ഒക്കെ കാലഘട്ടത്തിലെ നോവലുകൾ വായിച്ചിട്ടുള്ള ആ ഒരു എക്സിസ്റ്റൻഷ്യലിസം, അല്ലെ, അതായത് സമൂഹത്തിന്റെ വ്യവസ്ഥിതിക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം അത് ഈ നോവലിലുടനീളം കാണാനുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് മനസ്സിലായത് ഈ സ്വാമിക്കുട്ടി എന്ന് പറയുന്ന ആള് എല്ലാ മകരത്തിലും ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന ആളാണ്. അപ്പോൾ ആദ്യമൊക്കെ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നത് ആധ്യാത്മിക ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അവസാനത്തെ ആഖ്യാനത്തിൽ വരുമ്പോൾ ഈ സെയിം സ്വാമിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, ഇനി ശരണം വിളി സ്വാമിക്കുട്ടിക്ക് സമരകാഹളമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അപ്പോൾ അവസാനം സ്വാമിക്കുട്ടി ശരണം വിളിക്കുന്നത് സമൂഹത്തിലെ നീതി കിട്ടാത്ത എടക്കാട് ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു സമരകാഹളമാണ് സ്വാമിക്കുട്ടിക്ക് ശരണം വിളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വിരോധാഭാസങ്ങൾ തമ്മിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നിയത്, അതിലൂടെ സ്വാമിക്കുട്ടി പറയുന്നത് സമൂഹത്തിലെ അടിസ്ഥാനമായി കിട്ടേണ്ട ഒരു നീതിയുണ്ട് മനുഷ്യന്. ആ നീതി കഴിഞ്ഞിട്ട് മതി മതവും പൊളിറ്റിക്സും, റിലീജിയനും പൊളിറ്റിക്സും എന്നുള്ള ഒരു വളരെ മനോഹരമായ ഒരു ആശയമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആശയം. അത് തന്നെ കാഫ്കയും പറയുന്നുണ്ട്. ഈ പറയുമ്പോൾ ആസ് ലോങ് ആസ് യു ഹാവ് ഫുഡ് ഇൻ യുവർ മൗത്ത് യു ഹാവ് സോൾവ്ഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫോർ ദ ടൈം ബീങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വായിൽ ഭക്ഷണം പട്ടിണി കഴിഞ്ഞിട്ട് മതി മതവും രാഷ്ട്രീയവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട്, അത് തന്നെയാണോ വിനോദ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതോ എനിക്ക് തോന്നിയതാണോ? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം വിനോദ്. അതിനോട് ബന്ധപ്പെട്ട് തന്നെ അവിടെ എവിടെയോ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രകൃതിയാണ് സത്യത്തിൽ മനുഷ്യന്റെ ആരാധനാലയം എന്ന്. മറ്റുള്ളവർക്ക് നന്മ വരണമേ എന്നുള്ളതാണ് ശരിയായ ദൈവ പ്രാർത്ഥന എന്നും എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്വാമിക്കുട്ടിയുടെ പരിവർത്തനത്തിന്റെ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. അതെ, എനിക്ക് അഭിലാഷിനോടും ജയമാറ്റി അസൂയ തോന്നുന്നു. നിങ്ങളൊക്കെ പുസ്തകം വായിച്ചു, എനിക്കൊന്ന് വായിക്കണം കേട്ടോ. വിനോദ് ഉണ്ടോ? രാത്രിയാണ്.
അതെ, നമ്മൾ ഒത്തിരി ലേറ്റ് ആകുമെന്ന് ഓ, തോന്നുന്നു. ലേറ്റ് ആയോ വിനോദ്? നമ്മളിപ്പോൾ തന്നെ 12 മണിയായി. അവിടെ 10:30 ആയി. വിനോദ് കേട്ടിരുന്നോ വിനോദ് പറഞ്ഞത്? കേട്ടിരുന്നു. ഈ അവസാനത്തെ കേട്ടില്ല ഞാൻ. അതായത് ഈ സ്വാമിക്കുട്ടിയുടെ ആ പരിവർത്തനം ത്തിനെ പറ്റിയായിരുന്നു ചോദ്യം. അതായത് മലയ്ക്ക് പോകാൻ മാലയിടുന്ന സ്വാമിക്കുട്ടി, ആധ്യാത്മിക ശാന്തിക്ക് വേണ്ടി മാലയിടുന്ന സ്വാമിക്കുട്ടി, അവസാനം സ്വാമിക്കുട്ടിയുടെ ശരണം വിളി സമരകാഹളം, നീതി കിട്ടാൻ വേണ്ടിയുള്ള ശരണം വിളിയായി മാറുന്നുണ്ട്. അപ്പോൾ മലബാറിൽ പ്രത്യേകിച്ചും ഈ എടക്കാട് പോലുള്ള ഭാഗങ്ങളിൽ സത്യത്തിൽ അവിടെ നിന്നുള്ള ആളുകൾ ഈ ശബരിമലയ്ക്ക് പോകുന്നത് റിലീജിയസ് ആയതുകൊണ്ടല്ല, അത് ഒരു റിച്വൽ ആയതുകൊണ്ടും അല്ല, അത് അവരുടെ ശീലം കൊണ്ട് പോകുന്നതാണ്. അവർ പോയി തിരിച്ചു വന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ മാലയിടുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം. അപ്പൊ അവര് എല്ലാത്തരം അന്ന് ഇത്രയധികം ജാതീയമായ സ്പിരിച്വൽ ആയിരുന്നില്ല അവിടുത്തെ ആളുകൾ. ഇപ്പോഴും അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ അത് മതത്തിൽ പൊളിറ്റിക്സ് വരികയും പൊളിറ്റിക്സിൽ മതം കലരുകയും ചെയ്തപ്പോൾ ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഡയമെൻഷനൊക്കെ അത് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സ്വാമിക്കുട്ടി ഒക്കെ ജീവിച്ച 80s എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ കൂടി ലോകമായിരുന്നു. നിരീശ്വരവാദികളും ഈ ശബരിമലയിൽ പോയിട്ടുള്ള എത്രയോ സംഗതികൾ എനിക്കറിയാം. കാരണം ആ കാലഘട്ടത്തിൽ തന്നെയാണ് അവിടെ ഈ ജ്യോതി തെളിയിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ ഡിബേറ്റുകളൊക്കെ അന്ന് നിരീശ്വരവാദികൾ നടത്തിയത്. അത് അവിടെ പോയിട്ട് KSAB-ക്കാരാണ് ഇത് കത്തിക്കുന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞ സമയത്ത് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പിന്നീട് അത് നമുക്കറിയാം, ഇപ്പോഴത് KSAB-ക്കാർ തന്നെയാണ് കത്തിക്കുന്നത് എന്നുള്ളതും, അത് ആ മകരജ്യോതി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പരിപാടിയാണ് എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ അത് അങ്ങനെ സ്പിരിച്വൽ ആയിട്ടല്ല അന്ന് ആളുകൾ അവിടെ പോയിരുന്നത്. അത് നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രം, ഒരു ടൂറിസം കേന്ദ്രമായി മാറിയതുപോലെ അന്ന് ആളുകൾ വ്യായാമത്തിന്റെ ഭാഗമായിട്ടോ സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ, ഇപ്പോൾ ഉദാഹരണത്തിന് നിരന്തരം പുകവലിക്കുന്ന ആളായിരിക്കും ഒരുപക്ഷെ സ്വാമിയെ പോലുള്ള സ്വാമികൾ. അപ്പൊ അവരൊരു 3 മാസം ഈ മണ്ഡലകാലത്ത് മദ്യപാനത്തിൽ നിന്നോ അല്ലെങ്കിൽ പുകവലിയിൽ നിന്നോ ഒക്കെ മാറി നിൽക്കാൻ വേണ്ടി, അവരുടെ ആരോഗ്യം കാക്കാൻ വേണ്ടി കൂടി മാല ഇടുന്ന ആളുകളാകാറുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുറെ ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അത്തരത്തിൽ സ്പിരിച്വൽ അല്ലാതെ അവർ ഒരു തീർത്ഥാടനത്തിൽ പോവുക എന്നുള്ള രീതിയിലാണ് മാല ഇടുക എന്ന് പറയുന്നത് അർത്ഥം അങ്ങനെ കൂടി അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ സ്വാമിക്കുട്ടി ആ രീതിയിൽ പെരുമാറുന്നത്. അത് അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിൽ അന്നത്തെ സ്വാമിമാർ അങ്ങനെ ആയിരുന്നു. മനസ്സിലായി. താങ്ക് യു വിനോദ്. എനിക്ക് തോന്നുന്നു നമ്മൾ സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? സാമുൽ സാർ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും വിനോദിൻ്റെ 2 നോവലുകളും വായിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു കാര്യം കമൻ്റ് ചെയ്യാനുള്ളത്, ചില പ്രണയങ്ങളൊക്കെ വിനോദ് ഇപ്പം നയനമ്പരേറ്റിലായാലും ബ്ലീക്കിലായാലും ചില പ്രണയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ, ഞാനും അഭിലാഷും തമ്മിൽ ഡിസ്കസ് ചെയ്തപ്പോഴും അഭിലാഷും ഇത് പരാമർശിക്കുകയുണ്ടായി. ഈ പ്രണയങ്ങളുടെ ഒരു തീവ്രത പലപ്പോഴും ഒരുതരം വൈൽഡായിട്ട് ഒരു വന്യമായ രതി, കഥാപാത്രങ്ങളുടെ അഗ്രഷൻ അല്ലെങ്കിൽ അരോഗൻസ് തീർക്കാൻ വന്യമായ രതി കടന്നു വരുന്നുണ്ട്. അത് വിനോദ് അതിൽ പ്രയോഗിക്കുന്നതിലെ ഒരു എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രണയ തീവ്രത, പ്രത്യേകിച്ച് തയ്യക്കാരൻ കപട സദാചാരത്തിന്റെ സിമെന്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണല്ലോ കപട സദാചാരത്തിന്റെ. അപ്പോൾ അതിനെ വെല്ലുവിളിക്കുന്ന മനുഷ്യർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒളിച്ചോടുന്നത് വലിയ സമൂഹത്തിന്റെ പ്രശ്നമായിരുന്നു, അത് വീട്ടുകാരുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. പിന്നീട് അത് വീട്ടുകാരുടെ പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ നമ്മൾ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 2 മനുഷ്യർ തമ്മിൽ അവരുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുക്കുമ്പോൾ അത് സമൂഹം മൊത്തം അവരെ എതിർക്കുന്ന രീതിയിൽ വരുന്നത്, അത് ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ ഒരു ശീലം കൊണ്ട് കൂടി ആവാം ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇതിന് മുമ്പ് അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ശരീരം ഒരു അശ്ലീലതയാണ് എന്ന് വരുന്നിടത്ത്, പ്രണയം ഒരു അശ്ലീലതയാണ് എന്ന് വരുന്നിടത്ത് ആണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കാൻ എപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ ശരിക്കും അങ്ങനെ ഒരു പാഷൻ ഉണ്ടല്ലോ. നമ്മുടെ DNA അങ്ങനെയാണ്. നമ്മൾ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു ഏക എണജീവി അല്ല മനുഷ്യൻ.
പക്ഷേ ഒരു സമൂഹം എന്ന നിലക്ക് ഒരു ഡിസിപ്ലിൻ ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുകയാണ്. ബന്ധങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിപ്പോ ഒരു ഇന്ന മതത്തിലുള്ള ഒരാൾ ഇന്ന മതത്തിലുള്ള ആളെ പ്രണയിച്ചുകൂടാ എന്ന് പറയുമ്പോൾ ലവ് ജിഹാദ് എന്നുള്ളൊരു നെറേറ്റീവിലേക്ക് വരുന്ന സംഗതികൾ വരുന്നു. പണ്ട് അതിന് വേറെ ചില സംഗതികളായിരിക്കും ഉണ്ടാവുക. റോയൽ ബ്ലഡ്, ഇപ്പോൾ ഒരേ മതത്തിൽ തന്നെ പെട്ട ആളുകൾ ചില കുടുംബങ്ങളിലേക്ക് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള ചിന്താഗതികൾ, ഇതൊക്കെ ഈ സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അത് നയനമ്പരേറ്റയിൽ ഇത്തരത്തിലൊരു സംഭവം വന്ന സമയത്ത് അതിന് ഒരു അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞത്, ഏത് അവാർഡാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല, അതിലെ സെക്ഷുവാലിറ്റി കാരണമാണ് നിങ്ങൾക്ക് മറ്റ് ജൂറികൾ അത് അവാർഡ് തരാൻ വിസമ്മതിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഭാവനയിൽ പോലും ഒരു സെക്ഷുവാലിറ്റി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു രതിവർണ്ണന വരുമ്പോൾ, അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ളൊരു ഇമാജിനേഷൻ വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ മടിയുള്ള ആളുകൾ ജൂറിയിൽ പോലും ഉണ്ട് എന്നുള്ളത് ആണ് ഈ സമൂഹത്തിൽ. അത് നമ്മൾ അങ്ങനെ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ്. അത് ഒരിക്കലും ഒരാളെ പ്രണയിക്കുന്നത് ക്രൈമല്ല. അപ്പൊ ക്രൈം അല്ലാത്തൊരു കാര്യം എന്തിനാണ് നമ്മൾ ക്രൈമിനേക്കാൾ വലിയ കുറ്റമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെ കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ ഈ റൊമാൻസ് കാണുമ്പോൾ അത് നമ്മളിപ്പോൾ വീടുകളിൽ തന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യക്കോ ഉമ്മ കൊടുക്കാൻ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കാനുള്ള ഒരു എന്താ പറയാ അടക്കി വെക്കുന്ന അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ അത് സമൂഹം അവർക്ക് സമ്മാനിച്ചാണ്. അപ്പോൾ അത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അതില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഇത് പ്രണയിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ തന്നെ അതുകൊണ്ട് ഒരു പട്ടിയെ ഇപ്പൊ നമ്മുടെ മനുഷ്യർ അങ്ങനെയാണ് ഇപ്പോഴും ഈ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന പട്ടികളെ അത് കുടുങ്ങിപ്പോയിട്ട് അതിനെ ചൂടുള്ള വെണ്ണീർ വാരി എറിയുന്ന ഒരു മുഹൂർത്തം ഞാനിതിൽ എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിങ്ങനെ അങ്ങനെ ഒരു വളരെ ജൈവികമായിട്ടുള്ള ഒരു ആക്ടിനെ എന്തിനാണ് സമൂഹം ഇങ്ങനെ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടിട്ട് അതിനെ ഇങ്ങനെ ഒരു മോശം സംഗതിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ആലോചനയിലാണ് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും ഇതിൽ കൊണ്ടുവരുന്നത്. ഇതിലിപ്പോൾ വെറുതെ ഒരാൾ അങ്ങനെ ചെയ്യുന്നല്ല, ഇപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സിസിലി എന്ന് പറയുന്ന തരകന്റെ ഭാര്യ വാസു എന്ന് പറയുന്ന ആളോട് പോയിട്ടാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ ഈ സമൂഹം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്ത, അത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ മനുഷ്യൻ ഒരുമ്പെടുന്നത് അവനെ കൂട്ടിലിടാൻ ശ്രമിക്കുന്നത് കൊണ്ട് കൂടിയാണ്. ജൂറി ഡ്യൂട്ടിക്ക് പറ്റിയൊരു അബദ്ധം എനിക്ക് തോന്നുന്നത്, സ്വാമിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആദ്യ പുഷ്പയുടെ നിലവിളിയാണ് കേട്ടതെന്നാണ് എല്ലാവരും ഓർത്തതേ. പിന്നീട് കാര്യം അറിഞ്ഞു വന്നപ്പോഴാണ് കരയുന്നത് പുഷ്പയല്ല സ്വാമിക്കുട്ടി തന്നെയാണെന്ന് അത് ജൂറി ഡ്യൂട്ടിയുടെ മെമ്പറിന് ഇഷ്ടപ്പെട്ട് കാണിയല്ല. അത് വിനോദ് പറയുന്നുണ്ട്, കാമപൂർത്തീകരണത്തിനെതിരെ മരിക്കപ്പെടുന്നവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർന്ന്. ഒരു തെറ്റായ ചുവയുണ്ടെങ്കിൽ കൂടി അത് പറയാൻ വിനോദ് ഒരിക്കലും എന്താ പറയാ അവിടെ അടച്ചു വെക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് വിനോദ് അതിനെ കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഈ കോവിഡിന്റെ സമയത്ത് ഒരു വക്കീലായിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ കാമുകിയെ കാണാൻ പോയ സമയത്ത് അദ്ദേഹം ആ ലോക്ക്ഡൌണിന്റെ റൂൾസ് ലംഘിച്ചു എന്നുള്ളതായിരുന്നില്ല വാർത്ത. അദ്ദേഹം അവരെ കാണാൻ പോയി എന്നുള്ളതായിരുന്നു വാർത്ത. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളിപ്പോ താമസിക്കുന്ന അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ, ലെവിൻസ്കി എന്തായിരുന്നു അവരുടെ പേര്, അവരായിട്ട് അല്ലെ, അപ്പൊ അവരായിട്ടുള്ള ആ ബന്ധത്തെ അവിടുത്തെ സമൂഹം അത് ആ ബന്ധത്തിന്റെ ഇമ്മോറാലിറ്റിയെ കുറിച്ചല്ല ചർച്ച ചെയ്ത്, അദ്ദേഹത്തിന്റെ ഓണസ്റ്റിയാണ് അവിടെ ചർച്ച ചെയ്തത്. അദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള, അദ്ദേഹം പറയോ ഇല്ലേ എന്നുള്ളതായിരുന്നു അവിടുത്തെ ചർച്ച. അതാണ് ഒരു ആരോഗ്യകരമായ ഒരു സമൂഹം ചർച്ച ചെയ്യേണ്ടത്.
നമ്മളിവിടെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സാഹിത്യത്തിൽ അഡ്രസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷാജു, Yeah. ഇപ്പോൾ തന്നെ 2 മണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട്, പക്ഷെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അവിടെ ഇപ്പോൾ തന്നെ 10:30 ആകുന്നു അല്ലേ നമ്മൾ ചേച്ചി? നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായില്ലേ? ആയോ? പിന്നീട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫോർമൽ അതെ, അല്ലാതെ നമുക്ക് ഒഫീഷ്യലി ഇത് അവസാനിപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഇരിക്കണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഇരിക്കാം. 10:30 ആയി ഇപ്പോൾ. അതെ 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 സാറേ. പക്ഷെ എന്നാൽ നമുക്ക് ഈ ഭാഗമായ നന്ദി പ്രകടനത്തിൽ നമ്മൾ കടക്കുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ ലാനയുടെ ട്രഷറർ ഹരിദാസ് ആയിരുന്നു നന്ദി പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറി നിൽക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ അത് ആ കർമ്മം അപ്പോൾ വളരെ സന്തോഷം. വളരെ വളരെ ക്രിയാത്മകമായ ഒരു ചർച്ചയായിരുന്നു. എന്ന് മാത്രമല്ല, നോവൽ വായിക്കാത്തവർക്ക് പോലും ഏറെക്കുറെ ആ നോവലിലേക്ക് കടന്നു ചെല്ലാനും അതിലെ കഥാപാത്രങ്ങളുമായിട്ട് ചേർന്നിരിക്കാനും അത് ഉൾക്കൊള്ളാനും സാധിക്കും എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമ്മുടെ ആദ്യമായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന് തന്നെയാണ്. ലാനയുടെ പ്രസിഡന്റ് ശ്രീ സാമുവൽ ലോഹനാൻ അതിൻ്റെ ഒരു വലിയൊരു ഭാഗമായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യം തന്നെ ആ നന്ദി നമ്മുടെ പ്രിയപ്പെട്ട ലാന സാമുവൽ ലോഹനാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് വളരെ ഇത്രയും കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചത് 86-ൽ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു, മാർപ്പാപ്പയുടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി KSEB സമരത്തിൻ്റെ എന്നും ഞാൻ രാവിലെ ആ ന്യൂസ് വായിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും വായിച്ചപ്പോൾ എൻ്റെ സ്വന്തം എൻ്റെ ലൈഫ് സ്പാനിലെ ആ കാലഘട്ടമാണ് എൻ്റെ മനസ്സിൽ വെത്തത്. അത് അത്ര ഭംഗിയായിട്ട് അത് ഞാൻ വായിക്കാതെ ഇനിയിപ്പോൾ അടുത്ത നോവൽ വായിച്ചിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത്ര വായിക്കാതെ തന്നെ അതിൻ്റെ ഫുൾ സ്വിങ്ങിലുള്ള ആ വിവരണങ്ങൾ എനിക്ക് കിട്ടിയെന്നുള്ളതും അനുഭവിച്ചു എന്നുള്ളതും വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് വിനോദ് കൃഷ്ണ ഇതേപോലെ നല്ല ഒരു നോവൽ എഴുതാൻ അദ്ദേഹത്തിന് അന്ന് നടന്നതിലും നോവൽ എഴുതിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളുടെ ലാനയിൽ അത് കൂടുതൽ പരിചയപ്പെടാനും ആൾക്കാർ അത് ബോധ്യപ്പെടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ലാനയുടെ പ്രത്യേകമായ നന്ദി ശ്രീ വിനോദ് കൃഷ്ണയ്ക്ക് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞതുപോലെ അഭിലാഷ് വളരെ ഭംഗിയായിട്ട് ആ കഥയും കഥാപാത്രങ്ങളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഓരോരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ അദ്ദേഹം പഠിച്ച് അതിനെ പറഞ്ഞു. വളരെ സന്തോഷം. അഭിലാഷ് ചിറ്റത്തുമണ്ണിന് ലാനയുടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ മാത്യു സാറ് മാത്യു സാറിൻ്റെ എല്ലാം അറിയാം, നമുക്കറിയാം, മാത്യു സാറിനെ അറിയാം. വളരെ പഠിച്ച് കൃത്യമായിട്ട് അതിലെ ഹൈലൈറ്റ് പോയിന്റ്സ് വളരെ ഭംഗിയായിട്ട് എടുത്ത് പറയുന്ന ഒരാളാണ് മാത്യു സാറിന്. ഈ അവസരത്തിൽ ലാനയുടെ എന്ന് പറയാൻ പറ്റില്ല, മാത്യു സാർ ലാനയുടെ ആളാണ്. ഈ അവസരത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. രാജു വർഗീസ് സാറും അതേപോലെ തന്നെ വളരെ ക്രിയാത്മകമായിട്ട് പങ്കെടുത്തു. വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ BS ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തോടാണ് വളരെയധികം കടപ്പെടേണ്ടിയിരുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് അദ്ദേഹം വളരെ അദ്ദേഹം ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. എങ്കിലും വളരെ ഭംഗിയായിട്ട് നോവലിൻ്റെ ആധികാരികമായ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും രൂപഭംഗിയെക്കുറിച്ചും വളരെ ഭംഗിയായി സംസാരിച്ചു. ശ്രീ BS ഉണ്ണികൃഷ്ണന് വളരെയധികം നന്ദി ലാനയുടെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയോ? കാരണം എൻ്റെ കയ്യിൽപ്പെടാത്തതിന് ഹരിദാസാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ലാനയിൽ ഏതാണ്ട് 30 പേരോളം നമ്മൾ പങ്കെടുത്തിരുന്നു. ലാനയിലെ അംഗങ്ങളെയും പിന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ലാനയുടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ ഞാൻ ഔദ്യോഗികമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. താങ്ക് യു ഷാജു ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ഷാജു ഇത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. ഷാജുവാണ് ഇതിൻ്റെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടുകൂടി ഇത് ഏറ്റെടുക്കുകയും ചെയ്തതിലുള്ള നന്ദി ഷാജുവിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ലാനയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് കടന്നു വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഷാജു. താങ്ക് യു വിനോദേ. ബാജി